അസുഖങ്ങൾ ന്യൂറോസിസ് ഉണ്ട്, സൈക്കോസിസ് ഉണ്ട്, സൈക്കോസൊമാറ്റിക് ഉണ്ട്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതെന്തൊക്കെയായി പറയുന്നെന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി തരാം. ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ഉള്ളിലുള്ള ഇന്റേണൽ ഹോർമോൺസിനെയും ഇന്റേണൽ ആയിട്ടുള്ള മുഴുവൻ ഞരമ്പുകളെയും ബാധിക്കുന്ന അസുഖങ്ങളാണ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത അസുഖമുണ്ട്, അതിന് എന്താ പറയുക, സൈക്കോസൊമാറ്റിക്. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്, ചെറുപ്പത്തിൽ നമുക്ക് ഓർമ്മയില്ലേ? എന്ത്? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കണ്ട് പേടിച്ചാൽ, ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. ഇന്ന് രാവിലെ എനിക്കിപ്പോൾ കൗൺസിലിംഗ് ഇല്ല, പക്ഷെ മിണ്ടാതെ വന്നതാണ് അവർ. മിണ്ടാതെ വരുമ്പോൾ എന്തായാലും 10 മിനിറ്റ് നോക്കണമല്ലോ, അതുകൊണ്ടാണ് അസിസ്റ്റന്റ്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ്. ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ റോഡിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ കോളേജിൽ രാത്രിയിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ചങ്ങലയുടെ ശബ്ദം കേട്ടു. ചങ്ങലയുടെ ശബ്ദം അത് അവളെ കേട്ടിട്ടുള്ളൂ, വേറെ ആരും കേട്ടിട്ടില്ല. അത് കേട്ട കാരണത്താൽ ഇവൾക്ക് എന്തെങ്കിലും വരുമോ എന്ന പേടി, ഇനി അങ്ങോട്ട് പോയാൽ ഇതാകെ പ്രശ്നമാവുമോ എന്ന പേടി. ദാറ്റ് ഈസ് സൈക്കോസൊമാറ്റിക്. പെട്ടെന്ന് പേടിച്ചാൽ എന്ത് വരും നമുക്ക്? ഇപ്പോൾ കൊറോണയിൽ കുറേ ആൾക്കാർ മരിച്ചത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? സൈക്കോസൊമാറ്റിക് ആയിരുന്നു. എന്ന് വെച്ചാൽ അടുത്തുള്ള കൊറോണക്കാരൻ മരിക്കുന്നു, അപ്പോൾ ഇവിടെ പേടി, ഞാൻ മരിക്കുമോ എന്ന പേടി. ഇങ്ങനെ കൊറോണയിൽ മരണപ്പെട്ടവരിൽ കൂടുതലും സൈക്കോസൊമാറ്റിക് ബാധിച്ചിട്ടാണ്, സൈക്കോസൊമാറ്റിസമാണ്. ഇതേപോലെ പല അസുഖങ്ങളും നമ്മളിലേക്ക് കയറി വരികയാണ്. ഈ നിരീക്ഷണം എന്ന് പറയുന്നത് സത്യത്തിൽ, ഞാൻ ഫിലോസഫി പറയല്ല, നിരീക്ഷണം എല്ലാവർക്കും പറഞ്ഞൊരു കാര്യമല്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മാത്രം നിരീക്ഷിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്നവനെ ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു ഭാഗമായി പോകുന്നൊരു ചക്രവർത്തിയെപ്പോലെ, സ്വന്തം ഇച്ഛകൾ മാത്രം നടത്തുന്നൊരു ചക്രവർത്തിയെപ്പോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാം. അല്ലെങ്കിൽ എല്ലാം നിരീക്ഷിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. രണ്ട് എക്സ്ട്രീമാണ്, 2 രീതികളാണ്. മനുഷ്യന് പല രീതിയിലും ജീവിക്കാമെന്നാണ്. നിങ്ങളൊക്കെ ഇതിനോട് ഉപോത്ബലകമായി പോകുന്ന, ഇതിനെ സഹായിച്ചു പോകുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ നല്ല മനസ്ഥിതിയുള്ള ആളുകളാണ്. ഞാനൊരു ചെറിയ വിശദീകരണം പറയാം. ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഒരു ജോബ് ഓറിയൻറ്റഡായി ഒരു ജോലി കിട്ടി ആ ജോലിയിൽ സംതൃപ്തനായി തൻ്റെ കുടുംബത്തെ നോക്കി അങ്ങനെ മാത്രം വേണമെങ്കിൽ മുന്നോട്ട് പോകാം. അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട്. കൂടുതൽ ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ഏത് സ്ഥാപനത്തിൽ പോയിട്ട് കുട്ടികളോട് നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് എന്ന്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ തളിപ്പറമ്പ് കോളേജിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ പലരും. ഞാൻ ആ കോളേജിൽ പോകാറുണ്ട്. അത്തരം കോളേജുകളൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് കുട്ടികളോട് എന്തിന് നിങ്ങൾ പഠിക്കുന്നു എന്ന ചോദ്യത്തിന് ഏകദേശം ഒരു 80 to 85% കുട്ടികളും എന്തിനാ പഠിക്കുന്നു എന്നറിയോ? ജോലി കിട്ടാനാണ്. ഏകദേശം ഒരു 80% പറയും ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ട് എന്ത്, ശമ്പളം കിട്ടണം, എന്നിട്ടെന്ത്, അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതൊരു ജീവിത ശൈലിയാണ്. കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് അത്തരം ജീവിതമാണ്. എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റൂ. അതിൻ്റെ മുകളിലേക്ക് കയറുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? ശരിക്കും ഒരു പ്രൊഫഷണൽ ഓറിയൻറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ പ്രൊഫഷണൽ ഓറിയൻറ്റഡ്? തൻ്റെ ജീവിതത്തെ ഒരു പ്രൊഫഷണലി കൊണ്ടുപോവുക. ഡോക്ടേഴ്സായി, എൻജിനീയേഴ്സായി, അതേപോലെ തന്നെ വക്കീലന്മാരായി, ഏത് ഏരിയയിലാണോ നമ്മൾ തിളങ്ങേണ്ടത് അതിൻ്റെ ഭാഗം പൂർത്തിയാക്കി സമൂഹത്തിന് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കുടുംബത്തെ നോക്കി മുന്നോട്ട് പോകുക. അത് 2ാമത്തെ ഘട്ടമാണ്. സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ തൻ്റെ കുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങും. പ്രൊഫഷണൽസ് കുറച്ചും കൂടി അവരുടെ പ്രൊഫഷണൽ ജോബ് ചെയ്യുന്നതോടൊപ്പം സമൂഹത്തോട് ഇടപെടും. അപ്പോൾ ഒരു വക്കീൽ അദ്ദേഹം സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പല ഗുണങ്ങളും സമൂഹത്തിനുണ്ടാകും, അയാൾക്കും നേട്ടം ഉണ്ടാകും. ഡോക്ടേഴ്സും അങ്ങനെയാണ്, എൻജിനീയേഴ്സും അങ്ങനെയാണ്, കളക്ടേഴ്സ് അങ്ങനെയാണ്. അവരൊരു ജില്ലയിലെ മൊത്തം ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കമോ അല്ലെങ്കിൽ സംവേദനങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ ലോകത്തിൽ അതിലും മേലെ ഉള്ളൊരു ജീവിതമുണ്ട്. അതിന് പർപ്പസ് ഓറിയൻറ്റഡ് ലൈഫ് എന്നാണ് പറയുക. പർപ്പസ് ഓറിയൻറ്റഡ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ ഒരു പർപ്പസാക്കി മാറ്റുക, ഒരു പ്രധാനപ്പെട്ട പർപ്പസ്. എന്താ പർപ്പസ്? പർപ്പസിൻ്റെ അർത്ഥം എന്താ ശരിക്കും? എന്താ പർപ്പസ്? പർപ്പസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ, പ്രത്യേക ലക്ഷ്യത്തോടെ, ദൗത്യത്തോടു കൂടി കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് ലൈഫ്. ഒരു ദൗത്യം പൂർത്തിയാക്കുക. അപ്പോൾ പ്രവാചകന്മാർ അലൈഹിസ്സലാത്തു വസ്സലാം അവരെല്ലാം വന്നത് എന്തിനാണ്? തൻ്റെ കുടുംബത്തെ നോക്കാനല്ല, തൻ്റെ പ്രൊഫഷൻ പൂർത്തിയാക്കാനല്ല. മെസ്സഞ്ചർ എന്ന് പറയുന്നൊരു പ്രൊഫഷൻ ഉണ്ട് അവർക്ക്, അള്ളാഹു കൊടുത്തൊരു പ്രൊഫഷൻ. അത് പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമല്ല,
പകരം വലിയ ദൗത്യങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു. ഇങ്ങനെ 3 രീതിയിൽ വേണമെങ്കിൽ മനുഷ്യന് ജീവിക്കാം, യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർക്ക്. ഇനി അതിനും താഴെ ജീവിക്കുന്നവർ, കുടുംബത്തെയും നോക്കില്ല, സമൂഹത്തെയും നോക്കില്ലെന്നില്ല, ഒരു ഉദ്ദേശവും അവർക്കില്ല എങ്കിൽ അവർ വളരെ താഴെയാണ്. അവരെ വേണമെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാം. ലേസി മൈൻഡഡ് എന്നോ, അല്ലെങ്കിൽ വളരെ താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളെന്നോ, അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത ആളുകളെന്നോ, ലൂസേഴ്സ് എന്നോ എന്നൊക്കെ അവരെ നമുക്ക് വിളിക്കാം. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാകണം, ഏത് രീതിയിലാകണം, ഇതാണ് ഈ CH സെൻറ്റർ കൊണ്ട് പ്രധാനമായി ലക്ഷ്യമാക്കുന്നത്. CH സെൻറ്റർ അങ്ങനെ ഉദ്ദേശിച്ചു നടത്തിയത് തന്നെയാണ്. ആദ്യത്തെ CH സെൻറ്റർ പറഞ്ഞല്ലോ കോഴിക്കോടാണ് വന്നത്. ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തത് വന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അത് കുറച്ച് വലിയ തോതിലാണ് വന്നത്. തിരുവനന്തപുരത്ത് അത് വന്ന സമയത്ത് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അത് നടത്തിയ ആളെൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. കാരണം മലബാറിലല്ല ഇതൊക്കെ തുടങ്ങേണ്ടത്, എന്തിനാ തിരുവനന്തപുരത്ത് പോയി തുടങ്ങുന്നത് എന്നൊക്കെ ET മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള ആളുകളോട് ചോദിച്ചു. ഒരുപാട് ആളുകളോട് അതിൻ്റെ സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് പോയി. അങ്ങനെ അവസാനം തിരുവനന്തപുരം, കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു മഹാമനുഷ്യൻ അന്ന് 1 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് CH സെൻറ്ററിന് തുടക്കമുണ്ടായത് എന്ന് ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ET മുഹമ്മദ് ബഷീർ സാഹിബ് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു, CH സെൻറ്ററിൻ്റെ തുടക്കക്കാരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ പേര് കമാലുദ്ദീൻ ഹാജി എന്നാണ്. അഥവാ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്താണ് NI മോഡൽ സ്കൂൾ എന്ന്. NI മോഡൽ സ്കൂൾ. അപ്പോൾ NI മോഡൽ സ്കൂളിൻ്റെ കമാലുദ്ദീൻ ഹാജി ഏകദേശം 1 കോടി രൂപ കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്തതിൻ്റെ വലിയൊരു സ്റ്റാർട്ടിംഗ് ഉണ്ടായത് എന്ന് ET മുഹമ്മദ് ബഷീർ പരസ്യമായി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ഔട്ടാവും. പിന്നീട് അതിലേറെ പൈസ കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അതിന്. പക്ഷേ തുടക്കക്കാർ വേണ്ടേ? ഒരു പക്ഷേ നാളെ ഈ CH സെൻറ്ററൊക്കെ ഇതിനേക്കാൾ ഉയർത്തി കൊണ്ടുപോകാൻ ആളുകളുണ്ടാവും. പക്ഷേ തുടക്കക്കാർ തന്നെയാണ്. ബിഗിനേഴ്സ് ഈസ് ബിഗിനേഴ്സ്, ഫൗണ്ടേഴ്സ് ഈസ് ഫൗണ്ടേഴ്സ്. അതിൻ്റെ തുടക്കക്കാരാണ്. അതിൻ്റെ മേലേക്ക് ഒരുപാട് നമുക്ക് ഉയർന്നു പോകാൻ പറ്റും. പക്ഷേ തുടക്കം കുറിച്ചവരുണ്ടല്ലോ, അത് വേറെ ആളുകൾ തന്നെയാണ്. അത് വേറെ ആളുകളാണ്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെ. കാരണം അതിനെ തുടക്കം വെച്ചത്, ഇതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ആദ്യത്തെ പേര് അത് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ഒരിക്കലും തനിക്ക് വേണ്ടി ജീവിച്ചില്ല, തൻ്റെ കുടുംബത്തിന് വേണ്ടിയും ജീവിച്ചില്ല, ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ജീവിച്ചു. തന്നെയുമല്ല, അന്നത്തെ കാലഘട്ടത്തേക്കല്ല, ഒരുപാട് നാൾ അപ്പുറത്തേക്ക് ജീവിച്ചു. ദൗത്യം പൂർത്തിയാക്കി പർപ്പസ്ഫുള്ളി ജീവിച്ചു. പർപ്പസായിരുന്നു, വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ CHൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലാണ് CH സെൻറ്റർ അറിയപ്പെടുന്നത്. CHൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമുക്കൊക്കെ അറിയാവുന്ന പ്രത്യേകതകളുണ്ട്. അതെന്താ? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഏതാനും ദിവസങ്ങളായിട്ടെങ്കിലും. കേരളത്തിലാകെയുള്ള ഏക മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഇതുവരെ വന്നതിൽ. ഇനി ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയായിരുന്നത്. പക്ഷേ പല കാരണങ്ങളാലാകാം മരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പദത്തിലിരുന്ന ഒരാൾ കടക്കാരനായി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് CH മാത്രമേ ഉള്ളൂ. ഒന്നും അതുകൊണ്ടുണ്ടാക്കിയില്ല, ആർക്കും ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയില്ല. അത്ര നിസ്വാർത്ഥമായി ജീവിച്ച മനുഷ്യരുണ്ട്. പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹമൊക്കെ നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കോയ എഴുന്നേൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഞാൻ രാഷ്ട്രീയം പറയല്ലോ കേട്ടോ. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ എതിരാളികൾ പറയും കോയ ഇനി എഴുന്നേൽക്കുന്നുണ്ട് എന്ന്. കാരണം കോയയുടെ എഴുന്നേറ്റ് നിൽക്കൽ ആളുകൾ ഭയപ്പെട്ടിരുന്നു, ആളുകൾ പേടിച്ചിരുന്നു. കാരണം CH മുഹമ്മദ് കോയ സാഹിബ് നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ വർഷത്തേക്കുള്ള തോടിന് വേണ്ടിയിട്ടല്ല, ആ വർഷത്തേക്കുള്ള റോഡിന് വേണ്ടിയിട്ടല്ല, ആ വർഷത്തേക്കുള്ള പാലത്തിന് വേണ്ടിയിട്ടല്ല. 70 വർഷം കഴിഞ്ഞാൽ എൻ്റെ ഈ സമൂഹം, ഈ സമുദായം, ഇവിടെയുള്ള മലബാറുകാരായ എല്ലാ മനുഷ്യരും എവിടെ എത്തണമെന്ന ചിന്തയോട് കൂടിയിട്ടായിരുന്നു എഴുന്നേറ്റ് നിന്നത്. അതാണ് പർപ്പസ്ഫുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റി എന്ന് ഇംഗ്ലീഷിലോ സർവകലാശാല എന്ന് മലയാളത്തിലോ പറയാൻ പറ്റാത്ത ഒരു കാലത്ത്, അല്ലെങ്കിൽ ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു കാലത്ത്
മലബാറിൽ ഇപ്പോൾ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തിലൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇല്ല. നിങ്ങൾ ഈ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇല്ല മലബാറിന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തുടക്കക്കാരൻ അദ്ദേഹം ആകാൻ ശ്രമിച്ചതല്ല. പക്ഷേ ഇന്ന് ഇവിടെ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ചാറ്റ് ജിപിടിയിൽ പോവുക, എന്നിട്ട് ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജെമിനിയോട് ചോദിച്ചു നോക്കുക ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഉടനെ തന്നെ അത് മറുപടി പറയും CH മുഹമ്മദ് കോയ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. കാരണം എന്താണെന്നറിയോ? ആരുമില്ലാത്ത ഒരു കാലത്ത് ഞങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ, വ്യസനസമേതം ആ ഹാളിൽ വിട്ടിറങ്ങിയിട്ട് തൻ്റെ അത്തോളി എന്ന് പറയുന്ന നാട്ടിലേക്ക് ഇങ്ങനെ കാറിൽ പോകുമ്പോൾ, അദ്ദേഹം വാടകക്കെടുത്ത കാറിൽ പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോയത് എന്ന് പിന്നീട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ ഓരോ തെരുവിലും നടന്നിട്ട്, പ്രിയപ്പെട്ട കാച്ചു തുണിയെടുത്ത ഉമ്മമാരെ, അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തുട്ടുകൾ എറിഞ്ഞതാ, എനിക്കെൻ്റെ സമൂഹത്തിനൊരു യൂണിവേഴ്സിറ്റി മെനയണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട്. അന്ന് ആ പാവപ്പെട്ട ആളുകൾ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തൊട്ട്, 4 അണ എത്ര, 8 അണ എത്ര എന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ഒരു 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും അറിയും. 25 പൈസ 50 പൈസയും കെട്ടിവെച്ചത് എറിഞ്ഞു കൊടുത്തിട്ടാണ് ആ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത്. അതൊരു പർപ്പസ്ഫുൾ ലൈഫായിരുന്നു. നമ്മൾ ഓരോരുത്തരും, നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. ഒരു ജീവിതം, നമുക്കൊരു പർപ്പസ് ഉണ്ടാവണം. അത് ചിലപ്പോൾ ഗ്ലോബലിയുള്ളൊരു പർപ്പസായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളൊരു പർപ്പസായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു ജീവിതം ജീവിച്ചു തീർക്കലല്ല, പകരം അതിൽ നമ്മളെങ്ങനെ സിഗ്നേച്ചർ കൊടുക്കുന്നു, നമ്മളെങ്ങനെയാണ് അതിൽ ഒപ്പിടുന്നത്, മാനസികമായിട്ടെങ്കിലും അതിനോട് ചാരി നിൽക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത്, ഞാൻ ഈ 14 ജില്ലകളിലും, ഇന്നലെ എനിക്ക് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തായിരുന്നു പരിപാടി. മിനിയാന്ന് വാളയാറായിരുന്നു ഉണ്ടായിരുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സ്ഥലത്തും ഓരോ ഭാഗത്തും പോകുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളോട്, ഇത് ക്യാമറയ്ക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ പറയല്ല, ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട്, ഇത്രയും സജീവമായി, ഇത്രയും വർഷം നീണ്ടു നിന്ന CH സെൻറ്റർ ഈ രീതിയിലുള്ളത് ഒരു പക്ഷേ ഈ തളിപ്പറമ്പിലെ ഉണ്ടാകൂ എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയണം. കാരണം പലയിടത്ത് നമ്മൾ പോകുമ്പോഴും പലതും കാണുന്നുണ്ട്, പക്ഷേ വെറൈറ്റി. ചില സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ രോഗികൾ നോക്കുന്ന CH സെൻറ്റർ ഉണ്ടാകാം, ചില സ്ഥലത്ത് പോകുന്ന ചിലപ്പോൾ ഡയാലിസിസ് മാത്രമുള്ള CH സെൻറ്ററുകൾ ഉണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒക്കുപേഷണൽ തെറാപ്പിയോ ഫിസിക്കൽ തെറാപ്പിയോ സൈക്കോമെട്രിക് തെറാപ്പിയോ ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാകാം. പക്ഷേ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയത് അതാണ്. അവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, അവിടെ ടെസ്റ്റുകളുണ്ട്. കോഗ്നിറ്റീവ്, ഞാൻ അവിടുത്തെ സൈക്കോളജിസ്റ്റുകളായിട്ടില്ലെങ്കിൽ അവിടുത്തെ തെറാപ്പി ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചു, കോഗ്നിറ്റീവ് ലെവലിലുള്ളതുണ്ടോ? ഇപ്പോൾ ഈ ഇരിക്കുന്ന ഹാളിൽ എത്ര പേർക്ക് കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്ന് പറഞ്ഞാൽ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് സൈക്കോളജി പഠിച്ചവർക്ക് മാത്രം അറിയുന്നൊരു ഭാഗമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. അപ്പോൾ ഈ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടിയുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ കുട്ടിയുടെ മെമ്മറി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ കുട്ടിയുടെ സ്പീച്ചും മെമ്മറിയും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇങ്ങനെ നൂലാമാലകളുടെ ഒരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ കോഗ്നിറ്റീവ്. ആ കോഗ്നിറ്റീവിലെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ നടക്കുന്നു. കാരണം അവിടെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ബുദ്ധിമാന്യം സംഭവിച്ച, ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള, വ്യത്യസ്തമായ ശക്തികളുള്ള കുട്ടികൾ. ഞങ്ങളവിടെ പോയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയത്, ജസ്റ്റ് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഞങ്ങളുടെ കുട്ടികളുടെ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കുട്ടി ഇങ്ങനെ നിന്നിട്ട്, ഒരു ബുദ്ധി മാന്യം ഭാവിച്ച ഒരു കുട്ടി നിന്നിട്ട് നല്ല രസകരമായിട്ട് അവൻ പാട്ടുപാടി ഡാൻസ് ആടുന്നു. ഇങ്ങനെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഉള്ളവരും ഈ കൂട്ടത്തിലുണ്ടാകാം. ഞാൻ പറയാം, ഇത്തരം സദസ്സുകളിൽ, ലീഗിൻ്റെയൊക്കെ പരിപാടികളിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ അഭിപ്രായമാണ്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിക്കാനുള്ള അർഹത ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ ഉമ്മക്കാണെന്ന് ഞാൻ പറയാം. കാരണം ആ ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രം പുറത്തേക്കിറങ്ങാത്ത എത്രയോ ഉമ്മമാരുണ്ട്. ആ ഒരു കുട്ടിയുടെ അവസ്ഥ കാരണത്താൽ പരിപാടികളിൽ പങ്കെടുക്കാത്ത എത്രയോ മാതാക്കളുണ്ട്. അവർക്കാർക്കും അവാർഡൊന്നും കൊടുക്കാറില്ല. നമ്മൾ A+ കിട്ടിയവർക്ക് കൊടുക്കും, സമർത്ഥരായ ആളുകൾക്ക് കൊടുക്കും, പ്രഗത്ഭരായ ആളുകൾക്ക് കൊടുക്കും. സത്യത്തിൽ കൊടുക്കേണ്ടത് ഇത്തരം ആളുകൾക്കാണ്. അവരുടെ വീട്ടിൽ പോയിട്ടെങ്കിലും ആ അവാർഡിന് അവർ അർഹരാണ്, പക്ഷെ അവരത് ആഗ്രഹിച്ചിരിക്കുന്നൊന്നുമില്ല. ഇത്തരത്തിലുള്ള ആളുകളുടെ സങ്കടങ്ങൾ ഒഴിവാക്കുക കൂടിയാണ്.
ഈ കുട്ടികൾ ആരാന്നറിയോ? ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ഇപ്പോൾ CS സെൻ്ററിലുള്ള ആ മക്കളാരാ? അതുമായി ബന്ധപ്പെട്ട ജീവിതം എന്താണ് നമ്മളറിയോ? പരപ്പനങ്ങാടിയിൽ ഒരിക്കൽ ഇതേപോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി, നല്ല തടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ അങ്ങോട്ട് വന്നു സ്റ്റേജിലേക്ക്. ഇവിടെ സൈഡിലൂടെ കയറിയിട്ട് എൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ചു. അതിൽ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വേഗം വന്നിട്ട് അവനെടുത്തിട്ട് കുറച്ച് സ്ട്രോങ്ങിൽ ഇങ്ങനെ അത് കൊണ്ടുപോയി. കാരണം പരപ്പനങ്ങാടിയിൽ അവൻ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടി അവിടെ ഇരുത്തിയെന്ന് പറഞ്ഞു. സ്റ്റേജിലിരുത്താൻ പറഞ്ഞു. സ്റ്റേജിൽ ആരും ഇല്ല കേട്ടോ, ആകെ ഒറ്റ ചെയറേ ഉള്ളൂ. അതിലവിടെ ഇരുന്നു. അവൻ ഇരുന്നത് തന്നെ ഇങ്ങനെ കൈയൊക്കെ വിരുത്തിയിട്ട് ഭയങ്കരമായിട്ടൊരു സ്നേഹത്തോടു കൂടിയുള്ളൊരു ഇരുത്താണ്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആളുകളെല്ലാവരും കൂടി ഒന്ന് ചിരിച്ചു. കാരണം അവനെ എല്ലാവർക്കും അറിയാം പരപ്പനങ്ങാടിയിലെ. ഞാൻ ആളുകളോട് ചോദിച്ചു, ഞാൻ ഈ സംസാരിക്കുന്ന ഞാനടക്കം ഇവിടെ ഇരിക്കുന്ന ഏകദേശം 2000-2000 ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അവിടെ. 2000 ആളുകൾ, നമ്മളിൽ ആരാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ഒരു ഉറപ്പുമില്ല. സംസാരിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഉറപ്പായിട്ട് കടക്കുമെന്ന് ഈ ഭൂമിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ സദസ്സിൽ ഉറപ്പായും സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരാളുണ്ട്. ഉറപ്പായും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്തിൽ ഉള്ള ഒരു കുട്ടിയുണ്ട്, ഒരാളുണ്ട്. ആളെ നിങ്ങൾക്ക് കാണണോ? ഇതാ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് ആളുകൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കുട്ടികൾ സ്വർഗാവകാശികളാണ്. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടാത്തൊരു സാധനം ബുദ്ധിയാണ്. കാരണം അഖലിനല്ല അവിടെ പ്രധാനം. അഫലാ തഅഖിലൂൻ എന്ന് 48 പ്രാവശ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ലയോ, തഅഖിലൂൻ, അഖലിനെ ഉപയോഗിക്കുന്നില്ലയോ എന്നാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് തീരെ ബുദ്ധിയില്ലാത്ത ആളാണെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന കാര്യം ഉറപ്പാണ്. അപ്പം നമ്മൾ ശുശ്രൂഷിക്കുന്നത് ആരെയാണ്? പച്ചയായി സ്വർഗത്തിലേക്ക് പോകുന്നവരെയാണ്. ഒരു ഭാഗം അതാണ്. ഉറപ്പായിട്ടും അവർ സ്വർഗാവകാശികളാണ്. നാളെ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോകുമ്പോൾ നമ്മളിൽ കൂടുതലും ആളുകൾ വിശ്വാസികളാണ്. ആ കൂടുതൽ ആളുകളോട് പറയുന്നു, വിശ്വാസികളോട് പറയുന്നു, നാളെ അള്ളാഹുവിൻ്റെ ദർബാറിൽ എത്തുന്ന സമയത്ത് നമ്മേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ടാവുക നമ്മളെ പരിപാലിക്കുന്ന ഈ കുട്ടികൾക്കാണ്, നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ മക്കൾക്കാണ്. അതുകൊണ്ട് ജീവിതകാലത്ത് തന്നെ അവരുടെ കവിളത്തൊന്ന് നുള്ളിയാൽ, അവിടെ കൈപിടിച്ചൊന്ന് നടന്നാൽ അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ സ്വർഗാവകാശിയെ തൊട്ടു എന്നാണ്. ബാക്കിയുള്ള തൊടലൊക്കെ നമുക്ക് സ്വർഗത്തിൽ പോയിട്ട് തൊടാൻ പറ്റും. സ്വർഗാവകാശിയെ തൊടണമെങ്കിൽ ബുദ്ധിയില്ലാത്ത കുട്ടികളെയും കൊണ്ട് നടന്നാൽ മതി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കൂട്ടത്തിൽ ഈ മൂലയിൽ എവിടെയെങ്കിലും ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മാതാവുണ്ടെങ്കിൽ അവർ സമാശ്വസിച്ചു കൊള്ളട്ടെ. നിങ്ങൾ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാത്രം കൈയല്ല, അവൻ ഉറപ്പായിട്ടും സ്വർഗാവകാശിയായ ഒരു മോനാണ്. നാളെ സ്വർഗത്തിൽ അനുസ്യൂതമായി ജീവിക്കുന്ന ഒരു മോനാണ്. ഈ കുട്ടികൾ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ടുണ്ടോ നമ്മൾ? സാധാരണ ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞോട്ടെ, സാധാരണ ബുദ്ധിയുള്ള കുട്ടികൾ മാക്സിമം നമുക്ക് ഉമ്മയെ തരുള്ളൂ, നമുക്ക് മുത്തം തരും ബുദ്ധിയുള്ള മക്കൾ. പക്ഷെ ബുദ്ധി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ മുത്തമല്ല തരിക, മുത്തമല്ല. അപ്പം ഞാനവിടെ ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കണ്ടു. അല്ല, ആയിഷ എന്ന് പറയുന്ന കുട്ടി, ഞാൻ ആരുമല്ല കുട്ടിയുടെ. പക്ഷെ ഞാൻ അടുത്തേക്ക് വിളിച്ചപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഉപ്പ വന്നതുപോലെ എന്നോട് ചാരിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ സ്നേഹപ്രകടനമാണത്, സ്നേഹപ്രകടനമാണ്. ഈ കുട്ടികൾ ഉമ്മയെയും ഉപ്പയെയും ചുംബിക്കല്ല ചെയ്യുക, നാവ് കൊണ്ടിങ്ങനെ നക്കലാണ്. അത്രയ്ക്കിഷ്ടമാണ് അവർക്ക് മാതാപിതാക്കളെ. ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയും ബുദ്ധിയുണ്ടെങ്കിൽ മാതാപിതാക്കളെ കയ്യോ കാലോ നക്കാറില്ല. ആ വാക്ക് അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് നാവ് കൊണ്ട് ഇങ്ങനെ തടവാറില്ല. നേരെ മറിച്ചിട്ട് ഓട്ടിസം ബാധിച്ച മക്കൾ, ബുദ്ധിയില്ലാത്ത കുട്ടികൾ സത്യത്തിൽ മാതാപിതാക്കളെ ചുംബിക്കുന്നതിന് പകരം അവർ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയിൽ അവർ നാവ് കൊണ്ട് നക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് നമ്മളെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും നമ്മൾ ചെയ്യുന്ന ദൗത്യം ആരോടൊക്കെയാണ്? ആരിലൂടെയൊക്കെയാണ്? നിങ്ങളെല്ലാവരും ഓതുന്നൊരു സൂറത്തുണ്ട്, നമ്മളെല്ലാവരും ഖുർആനിൽ ഓതുന്നൊരു സൂറത്താണ്. അമ്മ ജുസ്ഇൽ തന്നെ വരുന്ന സൂറത്താണ് അബസ വതവല്ല അൻജാഅഹുൽ അഅമ എന്ന് പറയുന്ന സൂറത്ത്. എന്താ അതിൻ്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോവാൻ, എല്ലാ ജനങ്ങൾക്കും വെളിച്ചമേകാൻ വേണ്ടിയിട്ട് നടക്കാൻ. ഒരു പ്രത്യേക വകുപ്പിനോ ഗ്രൂപ്പിനോ ഒന്നുമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഖുർആൻ തന്നെ പറയുന്നത് ആ വാക്കാണ്, കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മാനവരാശിയിലേക്കുമാണ് നിങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ വിചാരിക്കാം മുസ്ലിങ്ങളിലേക്ക് വന്ന റസൂലാണെന്നുള്ളത്, അതൊക്കെ തെറ്റാണ്. മൊത്തം മാനവരാശിയിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്. പിന്നെ ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല, അത് അവരുടെ ചോയ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും ഉപദേശിക്കുമായിരുന്നു.
എല്ലാവരെയും അഗ്നി നാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപദേശിക്കുമായിരുന്നു. ഉന്നതമായ അവസ്ഥയിലൂടെ വിജയിക്കണമെന്ന് താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ കുറച്ചാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയാണ്. കുറച്ച് VIPs, ഖുർആൻ്റെ തഫ്സീറാണ്. കുറച്ച് VIPs, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റീസ് വന്നിട്ട് റസൂലുള്ളാഹിയോട് സംസാരിക്കാൻ എന്ത്, നിങ്ങൾ പേനരിക്കുന്ന, ആ ഭാഷ തന്നെ ഹദീസിലാതെ കാണുന്നത് കേട്ടോ, നിങ്ങൾ പേനരിക്കുന്ന ബിലാലിനോട് സംസാരിക്കാൻ നിൽക്കരുത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമായി നടക്കുന്ന ബിലാലിനെ പോലെ കറുത്ത കാപ്പിനിയായ, അങ്ങനെ മുടിയുള്ള, ചുണ്ട് തടിച്ച ഇത്തരം മനുഷ്യന്മാരുമായിട്ട് നടക്കല്ലേ. പകരം നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള നല്ല പ്രഗത്ഭരായ ആളുകളോട്, നന്നായിട്ട് പ്രശസ്തരായ ആളുകളോട്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ വലിയ വലിയ അവസ്ഥയിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കും. ഞങ്ങൾ ഈ നാട്ടിലെ പ്രമുഖരാണ്, ഞങ്ങളോട് സംസാരിക്കാൻ വാ. റസൂലുള്ളാഹി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ വരാം. പക്ഷെ ഒരു കണ്ടീഷൻ. അവർ വെച്ച കണ്ടീഷൻ എന്താണെന്നറിയോ? ഈ ബിലാലിനെ പോലുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല, പാവപ്പെട്ട ആളുകൾ കാണാൻ പാടില്ല. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ഉയർന്ന ആളുകളായതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ വെച്ചു. കിർത്താസ്, അറബിയിൽ കിർത്താസ് എന്ന് പറഞ്ഞാൽ കടലാസാണ്. ഇതിനാ കിർത്താസ് എന്ന് പറയാം. കിർത്താസിൽ അത് എഴുതി ഒപ്പിട്ടു, ഒരിക്കലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത്ര പ്രശസ്തരല്ലാത്ത അല്ലെങ്കിൽ പ്രഗത്ഭരല്ലാത്ത ആളുകൾ ഇങ്ങോട്ട് വരില്ല എന്ന്, VIP-കൾ മാത്രമേ വരൂ എന്ന്. അതെന്തിനു വേണ്ടിയിട്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെയെങ്കിലും ഇവർ സംസാരിക്കാൻ വരട്ടെ എന്നതുകൊണ്ടാണ്. ആ ഭാഗത്ത് സംസാരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുവെങ്കിൽ നീ ഒന്ന് ജസ്റ്റ് അവരോട് പറഞ്ഞു മനസ്സിലാക്കണം, ഇപ്പോൾ അവിടെ വേറെ സംസാരം നടക്കുകയാണ് എന്ന്. അങ്ങനെ എല്ലാവരും മാറി നിന്നു. കാരണം എല്ലാവർക്കും കാണാം അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് വന്നത് വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ടൊരു മനുഷ്യനാണ്. 2 കണ്ണും കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവാൻ. ഇങ്ങനെ കുത്തുന്ന സമയത്ത് പറയുന്ന വാക്കെന്താണെന്നറിയോ? അല്ലമനി യാ റസൂലല്ലാഹ് കമാ അല്ലംത റബ്ബി, എൻ്റെ അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചത് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരീൻ. പൊതുവേ കണ്ണ് കാണാത്ത ആളുകൾക്ക് മറ്റുള്ളവരും കൂടി കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശബ്ദമൊന്ന് കൂടും. കുറച്ച് ഉയർന്ന ശബ്ദത്തിലാണ് പറഞ്ഞത്. അല്ലമനി യാ റസൂലല്ലാഹ് കമാ അല്ലംത റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പഠിപ്പിച്ചു തന്നത് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു താ എന്നുള്ള വാക്കും പറഞ്ഞുകൊണ്ട് വടിയും കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. അലി റളിയല്ലാഹു തആല തടഞ്ഞു വെച്ചു. എന്നിട്ട് മെല്ലെ ചെവിയിൽ പറഞ്ഞു, അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട പ്രധാനികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇപ്പം നിങ്ങൾ പൊയ്ക്കോളിൻ എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു തആല അവരെ തിരിച്ചു വിട്ടു. ആ സമയത്ത് തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? പാവം പറഞ്ഞത്, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഉസ്താദിനോട് പറയണം, ഞാൻ അറിയാതെ വന്നതാണെന്ന് പറയണം. ആ പാവം അത് പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങോട്ട് തിരിഞ്ഞ ഉടനെ ആകാശത്തിൻ്റെ തമ്പുരാൻ ആയത്ത് കൊടുത്തയക്കുകയാണ്. ജിബ്രഈൽ മാലാഖ വരികയാണ്. എന്നിട്ട് ഓതിക്കേൽപ്പിച്ച സൂറത്താണ് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. എൻ്റെ കുരുടനായ അന്ധനായ മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞില്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ. ആനി ബസന്റ് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നതിൻ്റെ തെളിവുകളിൽ നിരത്തി പറയുമ്പോൾ ഒന്ന് ഇതാണ്. കാരണം സ്വന്തം പ്രവാചകനെ ദൈവം ശകാരിക്കുന്നത് പോലും മാറ്റാതെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഖുർആനിൽ എന്നതാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, അന്ധനായ മനുഷ്യൻ കടന്നു വന്നപ്പോൾ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞില്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾ ഇവിടെ ആരാണ് VIPs? പിന്നെ റസൂലുള്ളാഹി ചെയ്ത പണി എന്താ? അവരുടെ മുമ്പിൽ വെച്ചിട്ട് കിർത്താസ് ചിന്തിക്കളയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ, എൻ്റെ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ അവിടെ VIP എന്ന് പറയുന്നത് ഈ അന്ധനായ മനുഷ്യനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ അന്ധന്മാരാണ് എന്ന് കാണിക്കുകയാണ്. നമുക്ക് അന്ധന്മാരെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അന്ധന്മാരായ ആളുകൾക്ക് ബുദ്ധിയുണ്ട്, അവർക്കാകെ ഇല്ലാത്തത് കണ്ണ് മാത്രമാണ്. അപ്പോൾ കണ്ണുണ്ടായിട്ടും നല്ല പോലെ കാണാത്ത, ബുദ്ധിയുണ്ടായിട്ടും നല്ല പോലെ ചിന്തിക്കാൻ പറ്റാത്ത, കൈയുണ്ടായിട്ടും നല്ല പോലെ ചലിപ്പിക്കാൻ പറ്റാത്ത, കാലുണ്ടായിട്ടും നല്ല പോലെ സഞ്ചരിക്കാൻ പറ്റാത്ത എത്രയോ പാവങ്ങളായ ആളുകളെയാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. ആ ഒരു ഭാഗത്ത് നിങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനോട് ഏതൊരു അവസ്ഥയിലാണോ അള്ളാഹു സംസാരിച്ചത് അതിനേക്കാൾ അവസ്ഥകൾ മാറിയിട്ടുള്ള ആളുകളെയാണ് നിങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സത്യത്തിൽ അതിൻ്റെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ യഥാർത്ഥമായ നിജസ്ഥിതിയെ നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥിതി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഒരു ദൗത്യപൂർവമാക്കി മാറ്റുക എന്നതാണ്.
ഇപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയുണ്ട്, അവൻ അന്ധനാണ്, 2 കണ്ണും കാണാത്ത കുട്ടിയാണ്. തിരുവനന്തപുരത്ത് അവനൊരു സ്ഥലമൊക്കെ കണ്ടെത്തിയ ഒരാൾ ഏകദേശം 2 ഏക്കർ സ്ഥലമൊക്കെ അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ വെച്ചിട്ടൊരു ദൗത്യം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവൻ B.Ed കഴിഞ്ഞതാണ്, M.Ed കഴിഞ്ഞതാണ്. അത് വെച്ചിട്ട് അന്ധന്മാരായ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ തിരുവനന്തപുരത്ത് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചു. അതൊരു ദൗത്യമാണ്. ആ കുട്ടിയുടെ ദൗത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു അന്ധനായ ഒരു കുട്ടിയേ ഉള്ളൂ. അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൻ B.Ed-ഉം M.Ed-ഉം കഴിഞ്ഞതുകൊണ്ട് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് 2 ഏക്കർ സ്ഥലം ഒരു മനുഷ്യൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ബിൽഡിങ് കെട്ടാൻ വേറുള്ളവർ തയ്യാറാവുകയാണ്. ഈ ഒറ്റ മനുഷ്യനേ ഉള്ളൂ. എന്നിട്ട് എന്നും എന്നെ പോലെ എന്നെ വിളിക്കും, സാറേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്താ. അവനൊന്നും അറിഞ്ഞുകൂടാ, ഒന്നും കാണാനില്ലല്ലോ അവൻ്റെ മുമ്പിൽ. ഏത് വെളുത്തത് ഏത് കറുത്തത്, ഒരു കുട്ടിയുടെ അത്ഭുതകരമായ രംഗമാണ്. ഇനി ഇപ്പോൾ 2 ഏക്കർ സ്ഥലമുണ്ട്, ഇനി അതിൽ ബിൽഡിങ് കെട്ടണം, കാര്യങ്ങളാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അത് പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണെന്ന് വെക്കാം. നിങ്ങൾ അതിനേക്കാളും ആഴമേറിയതാ ചെയ്യുന്നത്. പ്രയാസപ്പെടുന്ന കുട്ടികളുടെ, ദുഃഖിക്കുന്ന ആളുകളുടെ സങ്കടങ്ങൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ അവസ്ഥയിലും. ഇപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഏകദേശം ഒരു 2 ഷിഫ്റ്റിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ 10-30 ആളുകൾ, 30-ലേറെ ആൾക്കാരുണ്ടാവുമെന്ന് തോന്നുന്നു. അത്രയും ആളുകൾ അവിടെ ഇപ്പോൾ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഡയാലിസിസ്? ഇതിലാരെങ്കിലും നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിഡ്നിക്ക് രോഗം വന്നു എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി, ഞാൻ അത്തരം കുറേ ആളുകളെ കൗൺസിലിംഗ് നടത്തിയതുകൊണ്ട് പറയാണ്, ആദ്യം ഉണ്ടാകുന്നത് ഒരു ബേജാറാണ്, ഒരു സങ്കടം വരാൻ, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന സങ്കടം. ഈ കിഡ്നി ഫെയിലിയർ ആയാൽ അങ്ങനെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ബേജാറാവേണ്ട കാര്യമില്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് തകർന്നു പോകും. എല്ലാം അവസാനിച്ചു എന്നൊരു ലോകം വരും. അങ്ങനെയുള്ള ആളുകളെ എന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യണം. ഒരാളെന്നെ 3 പ്രാവശ്യം ചെയ്യണം, ചിലപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം. ഇത്രയും ആളുകൾ ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ദുഃഖിതരായ, പതിതരായ, വേദനിക്കുന്ന ആളുകളെയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്ന, ഞാൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപികയെ പരിചയപ്പെട്ടു, ഇവർ പരിചയപ്പെടുത്തി തന്നു. അതിൻ്റെ 2 കുട്ടികളുണ്ട് അവിടെ. ആ മച്ചി ഒരിക്കലും അവിടുന്ന് പോകില്ല, കാരണം അതിൻ്റെ 2 കുട്ടികൾ ഈ അവസ്ഥയിലുള്ള മക്കളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾ നമുക്കാർക്കും ആദ്യം തന്നെ അത് കാണുമ്പോൾ ചെല്ലേണ്ടത് എന്താണെന്ന് പറയുക, വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമുക്കങ്ങനെ ഒരു മക്കളില്ലെങ്കിൽ, നമുക്കത്തരം അസുഖമില്ലെങ്കിൽ, അത്തരം രോഗമുള്ളവരെ കാണുമ്പോൾ, അത്തരം അസുഖമുള്ളവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത്, അവർ കേൾക്കാതെ ചൊല്ലേണ്ടത്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഈ പാപത്തിന് വന്ന് ഭവിച്ച ഈ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ കാത്ത അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പാപത്തിന് ഇങ്ങനെ വന്ന് ഭവിച്ച പ്രശ്നത്തിൽ നിന്ന് എന്നെ കാത്ത അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. ഇത് നമ്മൾ ചൊല്ലണം എന്നാണ്. വിശ്വാസമ പറഞ്ഞു, അത് നിങ്ങളൊരു ഭീകരമായൊരവസ്ഥ കണ്ടിട്ട്, അല്ലെങ്കിൽ രോഗം കണ്ടിട്ട്, അല്ലെങ്കിൽ അപകടം കണ്ടിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വരാതെ കാക്കുന്ന ഉത്തരവാദിത്വം അല്ലാഹുവിൻ്റെതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ശുക്ർ ചെയ്യേണ്ടവരാണ്, എത്ര നന്ദി ചെയ്യേണ്ടവരാണ്. ഇതിൽ വിശ്വാസത്തിലൂടെ നടക്കുന്നവർ, ഇനി ഏത് മതസ്ഥരായാലും, ഓരോ മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ടാവുമല്ലോ, കാരുണ്യത്തിൻ്റെ ലോകമുണ്ടാവുമല്ലോ. ആ ഒരു കാരുണ്യത്തിൻ്റെ ലോകത്തിലൂടെ പോകുമ്പോൾ നമ്മൾ അവരോട് ഇഴചേർന്ന് ജീവിക്കാൻ, ആ ജീവിതത്തിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണ്ണയിക്കുകയാണ്. നമ്മൾ നമ്മുടേതായ ലോകത്തിലേക്ക് തിരിയാതെ അവരുടെ അപ്പം നമ്മൾ ഒരിക്കലും മറക്കാതെ ഈ സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, 15 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗങ്ങളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ഈ സാധനങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതകൾ, ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് പറഞ്ഞോട്ടെ, ഒരുപാട് കുടുംബിനികളാണ്. ഞങ്ങളൊക്കെ അത് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോൾ US-ൻ്റെ റിസർച്ച് നടത്തുന്നുണ്ട്, സൈക്കോളജിയിൽ തന്നെ. അപ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പാരമ്പര്യമായിട്ട് വരും, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വരും. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ മക്കൾ അങ്ങനെയായിട്ട് തന്നെ വരും. അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ കഴിയില്ല. അത് ജിനോം, നമ്മുടെ ഹെറിഡിറ്ററിയിലുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഇനി ഇത് വ്യാപകമായിട്ട് വരാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അതേതാ സാധനം? നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതിൽ അമിതമായിട്ടിരിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ഏതാ? 2 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇൻഫാൻസി എന്ന് പറയാം, ഇൻഫാൻഡ് എന്ന് പറയാം. 2 വയസ്സ്, 0 to
2, 0 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇൻഫാൻ്റ് എന്ന് പറയും. ആ ഇൻഫാൻ്റ് എന്ന് പറയുമ്പോൾ ഓർമ്മകളില്ലാതെ ഇങ്ങനെ അവരുടെ ഗ്രോത്ത് ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ കുട്ടികൾ തോണ്ടാൻ തുടങ്ങി, അപ്പോഴേ കുട്ടികൾ ഇങ്ങനെ ആക്കാൻ തുടങ്ങി, അപ്പോഴേ ഇങ്ങനെ ഗെയിമിൽ കളിക്കാൻ തുടങ്ങി, അവരുടെ വെപ്രാളങ്ങൾ തുടങ്ങി. ആ വെപ്രാളം പിന്നെ കുട്ടികളെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്കായി, അവരുടെ അവയവങ്ങൾ പോലും ഇങ്ങനെ ആകുന്ന അവസ്ഥയിലേക്ക് ഇതിപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ജന്മനാ വരുന്ന കുട്ടികളെ പോലെ ആദ്യം ഒരു കുഴപ്പമില്ലാത്ത കുട്ടികൾ ഇതിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് 1-2 മക്കളൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുക, ഇപ്പം നമ്മുടെ മനസ്സിലുണ്ടാവും, ഇപ്പോൾ നമ്മളിപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, സർ സയ്യിദ് കോളേജൊക്കെ നിൽക്കുന്ന വളരെ പ്രശസ്തമായ ഈ സ്ഥലത്ത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് എന്താ, ഇതൊന്നും എൻ്റെ വീട്ടിലേക്ക് വരാൻ സാധ്യതയില്ല, ഈ ഭാഗത്ത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവർ നമ്മൾ പരിചരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇതൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പോവുകയാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരാൻ പോവുകയാണ്. ഡയാലിസിസ് നടത്തുന്ന സെൻ്ററുകൾ നമുക്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ നടത്തേണ്ട വേറൊരു ദൗത്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന സെമിനാറുകൾ അതും സെൻറ്റർ നടത്താറുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പോയിട്ട്, സ്കൂളുകളിൽ കുട്ടികളുടെ അടുക്കലൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കേണ്ടുന്ന സംസാരം അതാണ്. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ കിഡ്നി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളമെന്നാണ്. ഇതിൽ എത്ര രക്ഷിതാക്കളുണ്ട് തൻ്റെ മക്കളെ കൊണ്ട് ആദ്യത്തിൽ വെള്ളം കുടിപ്പിക്കുന്നവർ? വെള്ളം എന്ന് സയൻസ്. കാരണം ഇങ്ങനെ വല്ലാണ്ട് ഡൈജഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വിങ്ങൽ കൊണ്ട് നിൽക്കുന്ന സമയത്ത് വെള്ളമല്ല ചെല്ലേണ്ടത്, പകരം ഒരു അത്തിപ്പഴമാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ്, അല്ലെങ്കിൽ ഏത്തപ്പഴമോ എന്തെങ്കിലും ഒന്ന് ചെന്നതിന് പുറമേ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമെങ്കിലും വെള്ളം നല്ലോണം കുടിക്കണം. അപ്പോൾ ഈ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്, വെള്ളം ഉള്ളിലേക്ക് എത്തുക എന്നാണ്. വാട്ടർ ഇൻടേക്ക് കുറഞ്ഞിട്ടാണ് കൂടുതൽ. പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് കിഡ്നി ഡിസീസ് കുറവായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ ചെയ്യുന്നൊരു പണി എന്താ? പെൺകുട്ടികൾ ചെയ്യുന്ന പണി സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നത് കൊണ്ട്, വാഷ്റൂമിൽ പോകാൻ മടിയുള്ളത് കൊണ്ട് രാവിലെ ചെന്നിട്ട് വൈകുന്നേരം വരെ അത് വേണ്ട എന്നാണ് തീരുമാനിക്കുകയാണ്. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ തീരുമാനിക്കുകയാണ് ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട. അങ്ങനെ പോയി ബ്ലാഡർ വീർത്ത് അത് കിഡ്നിയെ ബാധിച്ച് അത് കിഡ്നി ഡിസീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നതിൻ്റെ മാറ്റം അത് പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തത്, കണ്ണൂരായതുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് ഈ എന്താ പറയുക, കേരളത്തിൽ ഏറ്റവും നല്ല ഫുഡ് തന്നിട്ടുള്ളത് ആര് എന്ന സ്ഥാനത്തിന് 1ാം സ്ഥാനം ഞാൻ കൊടുക്കൽ അത് കണ്ണൂരുകാരാണ്. കാരണം അത്രയും നല്ല ഫുഡാണ് നിങ്ങൾ ഉണ്ടാക്കി തരിക. പക്ഷേ ഞാൻ സ്നേഹത്തോടെ പറയുകയാണേ, ഇതിനാകെ ഒരു ഡോറുള്ളൂ എന്നാണ് തോന്നണം, എനിക്ക് പോകണം. അതുകൊണ്ടാണ് ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് പറയാണ്, ഒരു മുട്ടമാലയിൽ 10 മുട്ട ഇട്ടിട്ട് മുട്ടമാല ഉണ്ടാക്കുന്ന ഏക ആൾക്കാരും നിങ്ങൾ തന്നെയാണ്. കലോറി എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കുകയില്ല. കാലറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ അല്ലേ, നിങ്ങൾ ഇവിടുന്ന് പോകാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, കലോറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കോഴിമുട്ട കഴിക്കണം, അതിന് കുഞ്ഞിന് അനുസരിച്ച് തന്നെ കഴിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ US ഒക്കെ പഠനങ്ങൾ വരുന്നത്. പക്ഷേ അത് എത്ര എണ്ണം? മീൻ വറുത്തത് എത്ര എണ്ണം? ബിരിയാണി എന്ന് പറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കലേ മാറി എന്ന് ആർക്ക് പഠനം? ഒരിക്കലും നിങ്ങളെ ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനത്തിൽ കയറ്റാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്നത് ഒരു ഹറാമാണ്. പക്ഷെ ആ വേസ്റ്റ് ഭക്ഷണം തൻ്റെ വയറ്റിലേക്ക് വേസ്റ്റുള്ള സാധനം കൊണ്ടുപോകുക എന്നുള്ളത് 2 ഹറാമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്നുള്ളത് ഒരു ഹറാം. പക്ഷെ ആ വേസ്റ്റായ ഭക്ഷണം കഴിച്ച് തൻ്റെ ഉള്ളു ആകെ വടക്കാക്കുക എന്നുള്ളത് 2 ഹറാമാണ്. കാരണം 2 അവിടെ ചെയ്യുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റായത് ഭക്ഷണം വേറെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക എന്നതല്ലാതെ അതിനെ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഇമാതിരി അസുഖങ്ങൾ വരും. പിന്നെ ഹോട്ടലുകാരെന്നോട് എതിർത്താൽ ഇതാക്കിയാലും ഞാനതിൻ്റെ കാര്യം പറയാണ്, ഞാൻ പഠിക്കുന്ന എൻ്റെ റിസർച്ചിലെ കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ ഈ പുകയിൽ വെച്ചിട്ട് കരിക്കുന്ന, ചാർക്കോളിൽ വെച്ച് കരിക്കുന്ന കരിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരാൻ കാരണമാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പക്ഷെ നമ്മളിൽ എത്ര പേരത് ശ്രദ്ധിക്കാറുണ്ട്? എന്നും നമ്മൾ അൽഫാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകാരെ എന്നോട് ക്ഷമിക്കണം, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഹോട്ടലുകാർക്ക് എതിരാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. പക്ഷെ എന്തെന്ന് ചോദിച്ചിട്ട് കരിഞ്ഞ സാധനം കഴിക്കരുതെന്ന് ഹദീസിലുണ്ട്. അത് പിന്നെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. വലത്തെ ഭാഗത്തേക്കാണ് ചെരിഞ്ഞു കിടക്കേണ്ടത് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. കാരണം ഹൃദയം പമ്പ് ചെയ്യാതെ ഒലിച്ചിറങ്ങാനുള്ള സാധ്യത കൂടുതൽ വലത്തോട്ട് ചെരിഞ്ഞു കിടക്കുമ്പോഴാണ് എന്ന് ശാസ്ത്രം. അപ്പോൾ ഇടത്തേക്ക് ചെന്നാൽ അത് പമ്പ് ചെയ്യാനുള്ള ആ എഫേർട്ട് എടുക്കുന്നു. അതുകൊണ്ട് വലത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്നത് കൂടുതൽ അഭികാമ്യമെന്ന് സയൻസ്. അത് 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമുക്കത് അതൊരു പിന്നെ മദ്രസ പൊട്ടന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെ വിളിക്കുന്നവരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ആചാര്യന്മാരും പറഞ്ഞത് എന്തുകൊണ്ട്?
ഓരോ പ്രവാചകന്മാരും പറഞ്ഞത് എന്തുകൊണ്ട്? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഇതിൽ വല്ലാത്തൊരു ഭാഗമുണ്ടാക്കുന്നു എന്നതാണ്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഉമർ റളിയല്ലാഹു തആലാന്റെ ചരിത്രം എടുക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ സഹാബിയായി കൂടെ നടന്ന്, അതുമാത്രമല്ല പിന്നീട് 20 രാജ്യങ്ങൾ ഒന്നിച്ചു ഭരിച്ച ചക്രവർത്തിയാണ്. ആ എൻഡും കൂടി നിങ്ങൾ വായിക്കണം. എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി. ആ ചക്രവർത്തി കൂടിയാണ് ആര്? ഉമർ റളിയല്ലാഹു തആല അൻഹു. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നരുത്, എനിക്കും സങ്കടം തോന്നരുത്. നമ്മളെല്ലാവരും ഫുഡീസാണ്. 2 മാസത്തിൽ ഒരിക്കലായിരുന്നത്രേ അത്യാവശ്യം ഇറച്ചി കഴിച്ചിരുന്നത്. നമ്മൾ കണ്ടാ വിചാരിക്കും ഇതെല്ലാ സഹാബാക്കളും 6 നേരം ഇറച്ചി കഴിച്ചിട്ടാണ് ജീവിച്ചത്. അവരുടെ അടുത്ത് ആദ്യമേ അത് ഉണ്ടായിരുന്നില്ല. ഉള്ളപ്പോലാകട്ടെ അധികം കഴിച്ചിട്ടുമില്ല. ഒരിക്കലൊരു ആടിനെ അറുത്തിട്ട് തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഉമർ റളിയല്ലാഹു തന്നെ ഇരുന്ന് കരഞ്ഞു, 20 രാജ്യം ഭരിക്കുമ്പോൾ. എന്നിട്ട് പറഞ്ഞു, ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഞങ്ങൾ ഇരുന്ന ഒരു കാലം. ഇപ്പൊ ഇതെല്ലാം കൂടി എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ആകെ മാറിപ്പോകുമോ എന്ന ഭയം എനിക്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈമാന്റെ ഭാഗത്ത് നിന്ന് അവർ മാറി, ഈമാന്റെ ഭാഗമായതുകൊണ്ട് അത് മാറി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ജീവിത ശൈലിയാണ് ഒരു പക്ഷേ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. അതുകൂടി നമ്മൾ പഠിച്ചിട്ട്, സാധാരണ റിയാക്ഷനും പ്രൊആക്ഷനും ഉണ്ട്. എന്താ റിയാക്ഷൻ? വന്ന് ഭവിച്ചതിന് ശേഷം അതിനെതിരെ പറയലാണ് റിയാക്ഷൻ. ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയെ വഴക്ക് പറഞ്ഞാൽ അപ്പം തിരിച്ചിട്ടും കൊണ്ടും പറയും. ഇപ്പം പഴയ പോലെ ഒന്നുമല്ല. ഇപ്പം പെൺകുട്ടികളൊക്കെ കളരിയും കരാട്ടയും കുൻഫൊക്കെ പഠിക്കൽ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് റിയാക്ഷനാണ്. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയാന്നുള്ളത്. പക്ഷെ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് എങ്ങനെ പറയാതിരിക്കണമെന്നത് പ്രൊആക്ഷനാണ്. അഥവാ എന്ത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പ്രൊആക്ഷനാണ്. ഞാനത് ഒരു നേതാവിനെ പറഞ്ഞിട്ട് ഇതാക്കുക എന്ന് പറയല്ല. എനിക്ക് വളരെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ചില രംഗങ്ങളൊക്കെ പ്രൊആക്റ്റീവായിട്ട് തോന്നാറുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് പിന്നെ പത്രക്കാർ വന്നാൽ അപ്പം തന്നെ പറയൽ അപ്പം കൊടുക്കേണ്ട മറുപടി ആയിരിക്കും. പക്ഷെ അദ്ദേഹം എന്താ പറയലെന്നറിയോ? ഞാനൊന്ന് പഠിക്കട്ടെ എന്നറിയും. അല്ല, പഠിക്കാതെ നിങ്ങൾ പറയണമെന്ന് പത്രക്കാർക്ക് പറയാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം പിന്നീട് സമർത്ഥമായി മറുപടി പറയാൻ വേണ്ടിയിട്ട് ഞാനും കേട്ടു, ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാമെന്നറിയും. ദാറ്റ് ഈസ് പ്രൊആക്ഷൻ. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെയുണ്ടല്ലോ. ഇ.ടി. മുഹമ്മദ് ബഷീർ സാബ് എപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഒരു വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകില്ല ആൾക്കാരെ. ഇനി എതിരാളികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് സംസാരിക്കൂല. പ്രൊആക്റ്റീവാണ് ആ സംസാരങ്ങളൊക്കെ. ഓരോ ആളുകൾ എടുത്താലും. പക്ഷെ ചില ആളുകൾ വൈകാരികമായി പ്രതികരിക്കും. അത് റിയാക്ഷനാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം റിയാക്റ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ പ്രൊആക്റ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അഥവാ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം, വന്നവരെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, എൻ്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം, എന്തൊക്കെ ആക്ഷൻസ് ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും പർപ്പസ്ഫുള്ളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചവരാണ്. ആ തീരുമാനത്തെ ഒരിക്കലും നമ്മൾ മാറ്റരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇപ്പം ഞാൻ ഇന്നാൾ ചങ്ങരംകുളം ഭാഗത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ചാവക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോവാണ്. അപ്പോൾ എന്നോട് കുറച്ച് ചെറുപ്പക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊന്നിച്ച് ഗ്രൂപ്പായിട്ടൊരു വിളിച്ചാൽ, സാർ നിങ്ങൾ ആ ഭാഗത്ത് ഇപ്പോൾ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോസ്റ്റർ കണ്ടു. അപ്പോൾ നിങ്ങൾ ഇന്ന വീട്ടിലൊന്ന് കയറുമോ? ഞാൻ ചോദിച്ചു, എന്താ വീട്ടിൽ? 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ഒരു പാവം മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ മൈക്കിലൂടെ പറയുന്നില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നത്, അദ്ദേഹം പേരും പറഞ്ഞവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പോകുമ്പോൾ സമയമില്ല, വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞു. കാരണം പോകുന്നത് പ്രസംഗിക്കാനാണ്. അപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യായിരിക്കും. തിരിച്ചു വരുമ്പോൾ ഞാൻ കയറി. നിങ്ങളിന്ന് വെറുതെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയിട്ട്, ഒരു കൊച്ചു കുടിൽ പോലത്തെ ഒരു വീട്, ഒരു ഓടിൻ്റെ വീട്. ആ വീട്ടിൽ 2-3 മക്കൾ, പിന്നെ ഈ പാവത്തിൻ്റെ ഉമ്മയും. ഉമ്മയാകട്ടെ കരഞ്ഞുകൊണ്ട് കുറേ കാര്യം പറഞ്ഞ്, എനിക്കാകെ ഒരു മോനേ ഉള്ളൂ, അവന് പെട്ടെന്ന് അസ്തമിച്ചു പോകുമെന്നുള്ള പേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കരഞ്ഞ്. ഈ കുട്ടിയുടെ കഥ എന്താ? ഇയാളുടെ കഥ എന്താ? ഈ പറയുന്ന കഥാപാത്രത്തിൻ്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരിക്കാം. മാറ്റിവെക്കാൻ റീപ്ലാന്റേഷന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റില്ല. ഡയാലിസിസിന് പോകണമെങ്കിൽ ദൂരെ പോകണം, അതിനും പൈസ കയ്യിൽ. ഈ ഡയാലിസിസിന് പോകണമെങ്കിലും വേണം മനുഷ്യന് ഒരു 10-20,000 റുപ്യ എന്ത് മാസത്തിൽ 2-3 തവണയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. അതിനും പൈസയില്ല. അതിലിടയ്ക്ക് ഒരു ജസ്റ്റ് ഒരു ഷെമ്മീസ് എന്നൊക്കെ പറയുമല്ലോ, ആ ഡ്രസ്സ് മാത്രമായിട്ടൊരു ചെറിയ പെൺകുട്ടിയുണ്ട് വന്ന്. എന്നിട്ട് ഉപ്പൻ്റെ മടിയിൽ അങ്ങോട്ട് കയറിയിരിക്കുക. ഈ 2 കിഡ്നിയും ഫെയിലിയറായ മനുഷ്യൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഉപ്പനെങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ കുട്ടിയുടെ മുഖം ഇങ്ങോട്ടാണ്, നെഞ്ചിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ചാരിയിട്ട് കരഞ്ഞോണ്ട് ആ സഹോദരൻ പറഞ്ഞു, സാറേ എനിക്ക് മരിക്കാൻ പേടിയെന്ന്. അദ്ദേഹം മരണത്തെങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, സാറേ എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ എനിക്ക് ഇവരൊക്കെ ആലോചിക്കുമ്പോഴാണ്, എൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. അപ്പോൾ ഈ മക്കളെക്കുറിച്ച് ഓർക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പരിദേവനുണ്ടല്ലോ, വല്ലാത്തൊരു ദുഃഖം. ആ ദുഃഖമാണ് ഈ മനുഷ്യനുള്ളത്. ഇങ്ങനെ എത്ര ആളുകൾ നിങ്ങളുടെ ഈ കണ്ണൂരിൻ്റെ പ്രദേശത്തിന് ഇതിനി കൂടിയേ വരുള്ളൂ കേട്ടോ, കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ഇത് കൂടാനാണ് സാധ്യത. ഞാൻ വെറുതെ അവിടെ ഇരുന്നിട്ട് ChatGPT പ്രൈമിൽ കയറിയിട്ട് നോക്കി, 1.5 മില്യൺ ആളുകൾക്കാണ് കിഡ്നി ഡിസീസ് ഓരോ വർഷത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് 5-ൽ-1 കേരളത്തിലെ ക്യാൻസർ രോഗികൾ, ഇപ്പം അത് 4-ൽ-1, ഇനി 3-ൽ-1 പോവാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 3-ൽ-1 ഭാവിയിലെ ക്യാൻസർ രോഗികളാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ. അപ്പോൾ പിന്നെ അത് ആർക്കാ വേണ്ടി വരിക? നമുക്ക് തന്നെ ചിലപ്പം വേണ്ടി വന്നേക്കാം. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. ഈ സെൻറ്റർ നമുക്ക് തന്നെ ചിലപ്പോൾ ഭാവിയിൽ ആ കിടക്കയിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ, ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് ആർക്കോ വേണ്ടി നമ്മൾ ചെയ്യണം, അല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ ചെയ്യണം. പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അസ്സദഖത്തു റദ്ദുൽ ബലാ എന്നാണ്. ബലാഅുകളെ തടഞ്ഞു വെക്കണമെങ്കിൽ നമ്മൾ സദഖ ചെയ്യണമെന്നാണ്. നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മളെ കാവൽ ചെയ്യും. അള്ളാഹു അതിനെ കാത്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണ്, ഖുദൂസിയായ ഹദീസിൽ വന്നതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ ആളുകളും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? അത് ഞാൻ പറഞ്ഞു തീർത്തു. നമ്മൾ പർപ്പസ്ഫുള്ളി ജീവിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാവുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കെട്ടിച്ച്, നമ്മുടെ മക്കളെ കല്യാണങ്ങളൊക്കെ നടത്തി, നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ച്, നമുക്ക് നല്ലൊരു കാറും വാങ്ങിച്ച് അങ്ങനെ മരിച്ചു പോകുന്നവരല്ല. പകരം ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരുകൾ ഒപ്പുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഈ ഇരിക്കുന്ന ഓരോ ആളുകളും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ജീവിക്കുന്നവരാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതിനെ അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് എങ്ങനെ ഇതിൽ നിന്ന് ആളുകളെ മുക്തമാക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇനി ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. നമ്മുടെ വീട്ടിൽ സന്തോഷകരമായ ജീവിതം ഇല്ല എങ്കിൽ മനുഷ്യൻ ദുഃഖകരമായ ലോകത്തിലേക്ക് ഒതുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ. ഒന്ന്, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, എൻഡോഫിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട് നമുക്ക്. അതിൽ ഓക്സിറ്റോസിൻ എന്താണെന്നറിയോ? ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളോടുള്ള സമ്പർക്ക സമയത്ത് നമുക്കുണ്ടാകുന്ന ഹോർമോണാണ്. ആളുകളോട് നല്ല ബന്ധങ്ങൾ, ആളുകളെ സഹായിക്കുമ്പോൾ, ആളുകളുടെ കൂട്ടത്തിലാകുമ്പോൾ. നിങ്ങൾ നോക്കിക്കോ, ഒറ്റക്കൊരു മനുഷ്യൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ 60, 65, 70 ചിലപ്പോൾ ആയിട്ടുണ്ടാകാം. അവർ എന്ന് പറഞ്ഞാൽ വളരെ സജീവമാണ്. നമ്മളിൽ പല ആളുകളും വീട്ടിൻ്റെ അകത്തിരിക്കുകയാണ്. റിട്ടയർമെൻറ്റ് മൈൻഡോട് കൂടി വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കുക, അവർ ഒറ്റയ്ക്ക് ചിന്തിച്ച് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ സജീവമായത് ആരൊക്കെയാണ്? ഒന്ന്, കർഷകരാണ്. വയസ്സാം കാലത്തും കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വലിയ തോതിൽ എന്തുണ്ടാവും? നല്ല ആരോഗ്യം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. കാരണം ഓരോ നാമ്പുകളും മുളച്ചു വരുമ്പോൾ, തൻ്റെ നനഞ്ഞ് കുതിർന്നിട്ടുള്ള മണ്ണിൽ നിന്ന് ഓരോ വിത്തും മുളച്ചു വരുമ്പോൾ ഈ മനുഷ്യന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് പകരം വെക്കാൻ ചിലപ്പോൾ ഈ ഭൂമിയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അയാൾ കിളച്ചു മറിച്ച്, അയാൾ നനച്ച്, അതിലൂടെ മുളച്ചു വരുന്നത് മറ്റുള്ളവരെ ഭക്ഷിക്കുമ്പോൾ, ഇവൻ ചിലപ്പോൾ കിളികൾ വന്നിട്ട് ഭക്ഷിക്കുമ്പോൾ പോലും എന്താകും? നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും. പക്ഷികൾ വന്നിട്ട് ഭക്ഷിക്കുമ്പോൾ പോലും അതിനൊന്നും ആട്ടാൻ നമുക്ക് കഴിയില്ല. രണ്ടാമത്തത് ആരാണെന്നറിയോ? രണ്ടാമത്തത് വയസ്സാം കാലത്ത് കൂട്ടുകൂടി നടക്കുന്ന ആൾക്കാരെന്നാണ്. അതാരാ ആൾക്കാർ? ഇപ്പം ഞാനിപ്പോൾ ഞങ്ങളെ മലപ്പുറം ഭാഗത്ത് വേങ്ങരയിൽ, അതേമാതിരി കൽപ്പകഞ്ചേരിയിലൊക്കെ വയസ്സന്മാരുടെ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഡമ്പൊന്നും എടുത്ത് പൊക്കാനുള്ള കഴിവൊന്നുമില്ല, എന്നാലും രാവിലെ അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, രസകരമായി കൂട്ടുകൂടാൻ. ഈ സൈക്കോളജിയിലൊരു ഭാഷയും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ നാടൻ, അവിടെ നിന്ന് പോയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, നാടൻ പീടികയിൽ ഇരുന്നിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് ആൾക്കാരെ കുറ്റം പറയരുത് എന്നുള്ളൂ. ഈബത്തും നമീമത്തും പറയാതിരുന്നിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കഴിയുന്ന ആളുകളെക്കാൾ സന്തോഷവും ദീർഘമായ കാലത്തേക്കുള്ള ജീവിതം ഉണ്ടെന്നാണ്. ഒന്നും കൂടി എന്തുണ്ടാവും? അവർക്ക് സജീവത ഉണ്ടാവും. അവർ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കല്ല, നേരെ മറിച്ച് ആൾക്കൂട്ടത്തിലാണെങ്കിൽ.
അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം എന്തുകൂടിയാണ് നമ്മളെപ്പോലെ. ഞാൻ എന്നാൽ ബ്രൂണയിൽ പോയപ്പോൾ ഞായറാഴ്ച ദിവസത്തിൽ രസകരമായൊരു കാഴ്ച ഉണ്ട് അവിടെ. നിങ്ങൾ പോയവരോട് ചോദിക്കാൻ നിങ്ങൾ പോകുമ്പോൾ കാണാം, ഭയങ്കര രസം. ഞാൻ ആ രാജ്യത്ത് മാത്രമേ അത്ര സജീവമായിട്ട് കണ്ടിട്ടുള്ളൂ. ഞായറാഴ്ച വീട്ടിൽ കിടപ്പ് രോഗികളെ മുഴുവൻ ഹോട്ടലിലേക്ക് കൊണ്ടുവരും. ഈ പാലിയേറ്റീവ് ആളുകളൊന്നുമല്ല, സ്വന്തം മക്കളും പേരക്കിടാങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിക്ക് പോണ പോലെ, ബർത്ത്ഡേ പാർട്ടി പോകണോ വേണ്ടതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അതിന് പോകുന്നത് പോലെ ഈ പ്രായം ചെന്ന ആൾക്കാരെയും കൊണ്ട് ഹോട്ടലിലേക്ക് വരും. ഹോട്ടൽ അങ്ങോട്ട് ബുക്ക് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് ഭക്ഷണം അവിടെ വെച്ച് കൊടുക്കുന്നു, വെള്ളം അവിടെ വെച്ച് കൊടുക്കുന്നു. ഈ സാധു കടന്നു കണ്ടായിരിക്കും. എന്നാലും ഈ പേരക്കിടാങ്ങളുടെ കൂട്ടത്തിലുള്ള സഞ്ചാരമാണ്. എല്ലാ സൺഡേസിലും ഈ കിടപ്പ് രോഗികളെ കൊണ്ടുപോകും. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ട്രാവൽസിൻ്റെ പേര് ഞാൻ അങ്ങനെ പറയുന്നത് മുമ്പ് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും കേരളത്തിലെ പ്രശസ്തമായൊരു ട്രാവൽസ്, ഞാൻ അവരുടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ഉംറക്കും ഹജ്ജിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ പാരലൈസ്ഡ് ആയിട്ടുള്ള, ഒന്നിനും കഴിയാത്ത, ഇനി ഹറം കാണില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കേണ്ട. അവരെയും കൊണ്ട് ആർക്കെങ്കിലും ഉംറക്ക് പോകാൻ പറ്റുമോ, ഏറ്റെടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവരതിൻ്റെ പിന്നാലെ അങ്ങോട്ട് കൂടി. എന്നിട്ട് നൂറുകണക്കിന് ആൾക്കാരെ ഒന്നിച്ചൊരു ഫ്ലൈറ്റിൽ, ആദ്യമായിട്ടാണ് അത്ര ഒരു ഫ്ലൈറ്റേര് പറഞ്ഞതാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഫ്ലൈറ്റിൽ കയറി വരുന്നത്. അത്ര സന്നാഹമൊന്നും ഫ്ലൈറ്റിലില്ല, എല്ലാവരും കൂടി ഇരിക്കുക. അതോടുകൂടി ഫ്ലൈറ്റേര് തീരുമാനിച്ചു ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. എന്നിട്ട് ഈ ട്രാവൽസുകാർ പറയാണ്, ഈ ആളുകൾ ഇങ്ങനെ ഉംറയിൽ ഇങ്ങനെ തവാഫ് ചെയ്യിപ്പിച്ച് അവരുടെ കരച്ചിൽ, അവരുടെ ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ, ഇതുവരെ അവർ കണ്ടിട്ടില്ല, ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലോ എന്നുള്ള അവസ്ഥയിൽ തവാഫ് ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ. പോലീസുകാർ വന്നിട്ട് മറ്റ് ജനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവർക്ക് ഇങ്ങനെ സൗകര്യം ചെയ്തത് കൂട്ടമായൊരു ഉംറയാണ്. കാരണം എപ്പോഴെങ്കിലും ഒരു വീൽ ചെയറിൽ പോകുന്ന ആൾക്കാരെ പോലെയല്ല, ഇത് നൂറുകണക്കിന് ആൾക്കാർ ഒന്നിച്ച് പോവാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പരപ്പനങ്ങാടിയിൽ നമ്മൾ ചെറുപ്പക്കാരോട് പറഞ്ഞപ്പോൾ കിടപ്പ് രോഗികളായ ആൾക്കാരെ ജുമാക്ക് കൊണ്ടുവന്നു. ഈ കിടപ്പ് രോഗികൾ പിന്നെ ജുമാക്ക് പോകില്ലല്ലോ. അപ്പോൾ അവരൊരു വെള്ളിയാഴ്ച എല്ലാ പരിസരത്തുള്ള ആൾക്കാരും വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് ജുമായിൽ പങ്കെടുപ്പിച്ച്. അന്ന് കരഞ്ഞ കൂട്ടക്കരച്ചിൽ അവർ പിന്നെ കരഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇനി ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാൻ ആൾക്കാരുണ്ടാവില്ല. കാരണം ഈ കിടക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി പള്ളിയിൽ കൊണ്ടുവരാനും കഴിയില്ല. ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സങ്കടത്തിൻ്റെ അങ്ങേ തലയിൽ നിൽക്കുന്ന മനുഷ്യരാണ്. ഈ മനുഷ്യരെ സന്തോഷിപ്പിക്കലാണ് നമ്മുടെ പണി. ഒരു ദുഃഖമുള്ള മനുഷ്യനെ സന്തോഷിപ്പിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുക സഹാബാക്കൾ. അപ്പോൾ ഒരു സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തന്റെ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുജനാണ്. കാരണം അബ്ബാസ് റളിയല്ലാഹു തആല വിശ്വാസിയുടെ എളാപ്പയാണ്. അതുകൊണ്ട് അനുജനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഒരാൾ വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോയി. ഒരാൾ ജസ്റ്റ് വിളിച്ചതാണ്. അപ്പോൾ ഇഅ്തികാഫിൽ നിന്ന് ഇറങ്ങിപ്പോയി. സഹിഹായ ഹദീസുകളാണ്. ഇറങ്ങിപ്പോയപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു സഹാബി ചോദിച്ചു, നിങ്ങളോട് പറഞ്ഞതല്ലേ അവസാനത്തെ 10 റമളാന്റെ അവസാനത്തെ 10 മുഴുവനായിട്ടും ഇബാദത്തിലായി ഇഅ്തികാഫിലായി ഇരിക്കണമെന്ന് റസൂൽ നമ്മളോട് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തേ പോയത് എന്ന ചോദ്യം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിലേക്ക് ഇങ്ങനെ 5 വിരലും ചൂണ്ടിയിട്ട്, ഇങ്ങനെ ചൂണ്ടുന്നത് അദബുകേടാണെന്നൊക്കെ പറയുന്നവരുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഈ ചൂണ്ടിയിട്ട്, ആ റസൂൽ, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ഭൗതികപരമായ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, അത് നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ്. 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. എന്താവശ്യം? ഭൗതികപരമായ ആവശ്യം. രാഷ്ട്രീയക്കാരുടെ, ഞാനൊരു പ്രത്യേക രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കാത്ത ഒരാളാണ്. ഒരു രാഷ്ട്രീയത്തിൽ ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കാരണം ഞാൻ ലീഗിലും മെമ്പർഷിപ്പ് എടുക്കാത്തത് നിങ്ങൾ എന്നെ പുറത്താക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മെമ്പർഷിപ്പ് എടുത്താൽ പിന്നെ നിങ്ങൾക്ക് എന്നെ പുറത്താക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ മെമ്പർഷിപ്പ് എടുക്കാതെ നടന്നാൽ ഒരിക്കലും ലീഗിന് എന്നെ പുറത്താക്കാൻ പറ്റില്ല. ഞാൻ എന്നും ലീഗിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നവർ, ഇപ്പോൾ ലീഗിൻ്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ KMCCയുടെ പ്രവർത്തകർ, അല്ലെങ്കിൽ വേറുള്ളവരുടെ പ്രവർത്തകർ, അതൊക്കെ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇഖ്ലാസ് വെച്ചിട്ട് പറയാം, അവരെ വെല്ലാൻ ഒരു പക്ഷേ നമ്മളെപ്പോലെ ചെറുതായൊക്കെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് പോലും കഴിയില്ല, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. കാരണം ഓരോരോ ദിവസത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. അൽ ഇഖ്ലാസു സിർറുൻ ബൈനല്ലാഹി വബൈനൽ അബ്ദി ലാ യഅലമുഹു മലക്കുൻ ഫയക്തുബുഹു വലാ ശൈത്താനുൻ ഫയളില്ലുഹു വലാ ഹവാ ഫയഫ്സുദുഹു എന്ന്. അല്ലാഹുവോടുള്ള ഒരു വല്ലാത്ത ബന്ധത്തിന്റെ പേരാണ് ഇഖ്ലാസ്. ഒരു മലക്കിനും അറിയില്ല അത്. ലാ യഅലമുഹു മലക്കുൻ ഫയക്തുബുഹു, മലക്കർ ഇത് അറിയുമായിരുന്നെങ്കിൽ എഴുതി വെക്കുമായിരുന്നു.
ഇഖ്ലാസ് എത്രയെന്ന് പറയാൻ പറ്റൂല. ഒരു ശൈത്താനും അറിയില്ല. വലാ ഹവാ ഫയഫ്സുദുഹു, സ്വന്തം ശരീരത്തിന് പോലും അറിയില്ല, അപ്പോൾ അത് ഫസാദാക്കി കളയും. അങ്ങനത്തതിൻ്റെ പേരാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസോട് കൂടി ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അത് വല്ലാത്ത ഒരു പ്രതിഫലമാണ്. അതിൻ്റെ ഭാഗമാകാനാണ് നമ്മൾ ഓരോരുത്തരും ആകേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എങ്ങനെയൊക്കെ ഭാഗവക്കാകണം. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗവക്കാണ് കേട്ടോ. ഇനിയും എങ്ങനെയൊക്കെ ഇതിൻ്റെ ഭാഗവക്കാകാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണതാ. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കാര്യം, ശാരീരികമായി നമുക്കിതിനോട് ബന്ധം നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം ശാരീരികമായ ബന്ധങ്ങളാണ്. ആ ബന്ധം ഏതാ? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഓടി അവിടെ എത്തലാണ്, നിർബന്ധമായും അവിടെ എത്തലാണ്. അങ്ങനെ ശാരീരികമായി ഇതിനെ സഹായിക്കാൻ നമുക്ക് പറ്റും. രണ്ടാമത്തത്, സാമ്പത്തികപരമായി സഹായിക്കാൻ നമുക്ക് പറ്റും. എന്താ സാമ്പത്തികപരമായ സഹായം? നിങ്ങളുടെ കയ്യിൽ അധികമൊന്നും ഉണ്ടാകില്ല, നമുക്കറിയാം. എല്ലാവരും സമ്പന്നരാകണമെന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാമല്ലോ. എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ മഹല്ല്, ശ്രദ്ധിക്കണേ നിങ്ങൾ, ആ മഹല്ലിൽ ഒരു പള്ളിപ്പണി നടക്കുകയാണ്. പള്ളിപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 കോടിയുടെ പള്ളിയാണ് അന്നത്തെ, ഏകദേശം ഒരു 10 വർഷം മുമ്പത്തെ കഥ ഞാൻ പറയുന്നു. അന്ന് 3.5 കോടിയുടെ ഒരു പണി നടക്കുക. 3.5 കോടിയുടെ പണി നടക്കുമ്പോൾ ഞാനും ആ മഹല്ലിൻ്റെ അടുത്തൊരു മഹല്ലുകാരൻ എന്ന അർത്ഥത്തിൽ ഞാൻ ചോദിച്ചു, പിന്നെ എന്തെങ്കിലുമൊക്കെ പൈസ ഞാനും തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല അങ്ങനെ ഇല്ല, തീരുമാനമില്ല, ഞങ്ങൾക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വാങ്ങാം. ഞാൻ ആ മഹല്ലിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളത് വാങ്ങാത്തത് ഞങ്ങളുടെ മഹല്ലുകാർ മാത്രം മതി ഈ പള്ളിയിലെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. ഞങ്ങളെ മഹല്ലുകാരെ കൊണ്ട് മാത്രം പോട്ടെ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സൈദലവി ഹാജിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ മഹല്ലുകാർ മാത്രം 3.5 കോടി എടുത്തിട്ടൊരു പള്ളി ഉണ്ടാക്കുക? അദ്ദേഹം ഉടനെ, എന്തൊരു നാടൻ മനുഷ്യനാണ്, കച്ചവടക്കാരനാണ്, എന്നാൽ വലിയ എഡ്യൂക്കേഷൻ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പെണ്ണുങ്ങളില്ലേ ഇവിടെ എന്നാണ്. ഞാൻ പിരിക്കാൻ വന്നതൊന്നുമല്ല കേട്ടോ, ഞാൻ പിരിവിൻ്റെ പ്രസംഗം നടത്തലുമില്ല. പക്ഷെ ഞാൻ പറയാം, ഞങ്ങളുടെ പെണ്ണുങ്ങളില്ലേ ഇവിടെ എന്നാണ്. ഞാൻ ചോദിച്ചു, പെണ്ണുങ്ങളെങ്ങനെ? എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ പറഞ്ഞു, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉമ്മ പറയാണ്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം നാളെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരാനിരിക്കുന്നു. അവിടുത്തെ ഖാദി ഹൈദരലി തങ്ങളാണ്. അതായത് തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നതിന് കുറച്ച് വർഷം മുമ്പാണ്. ഹൈദരലി തങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരാനിരിക്കുന്നു. ആ സമയത്ത് ഇന്ന് സ്ത്രീകൾക്ക് മൊത്തത്തിൽ പള്ളി കാണാനുള്ളൊരു അവസരം കൊടുക്കുക. പള്ളിയെല്ലാം കഴുകി ശുദ്ധിയാക്കിയൊക്കെ ആയതിൻ്റെ ശേഷം പെണ്ണുങ്ങൾക്കൊന്ന് കയറിയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് കാത്തിരിക്കുന്ന പള്ളി ഒരു അസ്ര നിസ്കാരത്തോട് കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. തലേ ദിവസം പെണ്ണുങ്ങളിങ്ങനെ കയറുക. ഓരോ പെണ്ണുങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, എങ്ങനത്തെ പ്രായം ചെന്ന സ്ത്രീകൾ ആ തൂണിലിങ്ങനെ പോയി തൊടുന്നുണ്ട്, മതിലിൽ തൊടുന്നുണ്ട്. അതിൻ്റെ ഓരോന്നിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കരയാണ്. എന്താ കാര്യം? ഇവിടെ എവിടെയോ എൻ്റെ ആ മാലയുണ്ട്, ഈ കല്ലിലെവിടെയോ എൻ്റെ വളയുണ്ട്, ഈ ഇരിക്കുന്ന കല്ലിലെവിടെയോ എൻ്റെ മോതിരമുണ്ട്. ഇതായിരുന്നു സത്യത്തിൽ അതിൻ്റെ അർത്ഥം. ആ കരച്ചിലിൻ്റെ അർത്ഥം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരിക്കലും പിരിവിന് വേണ്ടി പ്രസംഗിക്കാറില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാം നന്നായിട്ട് നടക്കണം. നിങ്ങൾ അപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ പിരിവ് അടക്കൂലല്ലോ. അപ്പുറത്ത് ആർട്സ് കോളേജ് ഉണ്ട്, അതിൽ പിരിവ് അടക്കണില്ലല്ലോ. അപ്പുറത്ത് കൊമേഴ്സ് കോളേജ് ഉണ്ടാവും, അതിൽ പിരിവ് അടക്കണില്ലല്ലോ. അപ്പുറത്ത് പോളിടെക്നിക് ഉണ്ടാവും, അതിൽ പിരിവ് അടക്കണ്ടോ? ഇല്ലല്ലോ. ഫീസല്ലേ പിരിക്കുന്നുള്ളൂ, അല്ലാതെ ആൾക്കാരെടുത്ത് നടന്ന് പിരിക്കുന്നില്ലല്ലോ. അതിൻ്റെ അപ്പുറത്ത് വേറൊക്കെ ഉണ്ടാവും. പക്ഷേ ഏത് മാത്രമേ ഈ പിരിക്കുന്നതെന്നറിയോ നിങ്ങൾ? യത്തീമായി പോയത് ഏത് മാത്രമെന്നറിയോ? മനുഷ്യരെ സ്നേഹിക്കുന്ന ഇടങ്ങൾ മാത്രം, മനുഷ്യരെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, സ്കൂളുകൾ. ആരും പിരിവ് നടത്തുന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്, വല്ലതും തരണേ എന്ന് പറഞ്ഞു. ആരാ ഇവിടെ യതീം? ആരാ ഇവിടെ അനാഥർ? അള്ളാഹു പറഞ്ഞ് നിങ്ങളവരെ സഹായിക്കണേ എന്ന് പ്രഖ്യാപിച്ച് ദൈവം തമ്പുരാൻ ഇഷ്ടം പോലെ പറഞ്ഞു വെച്ച ആളുകൾ അനാഥമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങളവരെ അനാഥമാക്കിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് CS സെൻറ്റർ. അതുകൊണ്ട് പിരിവിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് ആളുകൾ വരരുത്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളൊന്ന് ഉണരണം, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് വരണം എന്നതാണ്. ഏറ്റവും ശക്തമായി നമ്മൾ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഇഷാമോളെ കുറിച്ച് ഞാൻ പറഞ്ഞു നേരത്തെ. ഇവിടെ ഒരു എന്താ ഇവിടുത്തെ ഐഷമോളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇഷാമോളുടെ തല ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ട്യൂമർ വന്ന് 4-5 ഓപ്പറേഷൻ ചെയ്തിട്ട് തല ഇത്രയുണ്ട്. ട്യൂമർ എക്സ്റ്റേണൽ ഉണ്ട്, ട്യൂമർ ഇൻറ്റേർണൽ ഉണ്ട്. ഇൻറ്റേർണൽ ട്യൂമർ അധികം കാണില്ല, പക്ഷെ എക്സ്റ്റേണൽ ട്യൂമർ ഇങ്ങനെ വലുതായി വരില്ല.
അങ്ങനെ 3-4 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പോയപ്പോൾ ഇഷമോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CS സെൻറ്റർ തിരുവനന്തപുരത്ത്. ഇഷമോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അൽത്താഫിനോട് ചോദിച്ചു, അൽത്താഫാണ് അതൊക്കെ കൊണ്ടുനടക്കുന്ന ആൾ. അൽത്താഫിനോട് ഞാൻ ചോദിച്ചു, എന്താണിത്, ഈ കുട്ടി എന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ജാനകി അമ്മ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ത്രീ അവിടെ നിന്ന് പോയത്രേ, CH സെൻറ്ററിൽ നിന്ന് പോയി എന്ന്. ജാനകി അമ്മ പോയി. എന്താ കാര്യം? മരണത്തിലേക്ക് പോയതാണ്. ഡോക്ടർ കുറിപ്പ് കൊടുത്തിരിക്കുകയാണ്, ഇനി നിങ്ങളിവിടെ വരണ്ട, നിങ്ങൾക്ക് ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ ഗോയിങ് ടു ബി ഡൈ, മരിക്കാൻ വേണ്ടി പോയതാണ്. ഗോയിങ് ടു ബി ഷട്ട് ഡൗൺ, മരിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ മരിക്കാൻ വേണ്ടി പോകുന്ന ആൾ പായയും തലയണയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ കുട്ടി കിടന്നുറങ്ങുകയാണ്. 3 ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടിയാണ്. അപ്പുറത്തെ ബെഡിൽ കിടക്കുന്നത് ഇഷമോളും, ഇപ്പുറത്ത് ജാനകി അമ്മയാണ്. ജാനകി അമ്മ കുട്ടിയുടെ കാലിൽ തൊട്ടിട്ട് ഒരു മുത്തൊക്കെ കൊടുത്തിട്ട് മെല്ലെ പോയത്രേ. ഇഷമോളോട് എന്ത് പറയും? മാസങ്ങളോളം CS സെൻറ്ററിൽ കിടന്ന പെണ്ണാണ്, മാസങ്ങളോളം CS സെൻറ്ററിൽ കിടന്ന കുട്ടിയുമാണ്. അതുകൊണ്ട് ആ ജാനകി അമ്മ പോയപ്പോൾ എഴുന്നേറ്റപ്പോൾ ജാനകി അമ്മയെ കാണാനില്ല. ജാനകി അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജാനകി അമ്മ പോയി എന്നാരോ പറഞ്ഞപ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷമോള്. വെറുതെ അരങ്ങൊന്ന് കണ്ടു വയ്ക്കട്ടെ, ഇഷമോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ മോളെ? ഞാൻ നേരിട്ട് അനുഭവിച്ച അനുഭവമായി പറയുന്നു. ഇഷമോളങ്ങണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് എനിക്ക് ജാനകി അമ്മയെ കാണണം, ജാനകി അമ്മയെ കാണണം എന്ന് പറയാം. പക്ഷേ ജാനകി അമ്മ എന്തുകൊണ്ടാണ് മിണ്ടാതെ പോയെന്നറിയോ? മോളെ, ഞാൻ മരണത്തിലേക്ക് പോവുകയാണെന്ന് ഈ കുട്ടിയോട് പറയാനുള്ള ഭയം, മോളെ ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയാനുള്ള പേടി. അതിനുമപ്പുറം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ? സൗഹാർദ്ദത്തിൻ്റെ ഭൂമിയിൽ ഇപ്പം എല്ലായിടത്തും വർഗീയത നടക്കല്ലേ? ഇന്ത്യ മൊത്തത്തിൽ വർഗീയത നടക്കുകയാണ് പല രീതിയിലും. 2-3 രീതിയിലുള്ള പൊളിറ്റിക്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതും കൂടി നിങ്ങൾ അറിയണം. ഒന്ന് എക്സ്ട്രീം കമ്മ്യൂണലിസം, അങ്ങേയറ്റത്തെ വർഗീയവാദം. വേറൊരു ഭാഗത്താകട്ടെ എക്സ്ട്രീം കമ്മ്യൂണിസം. ഞാനതിലേക്ക് വല്ലാതെ പോകുന്നില്ല. നിരീശ്വരവാദത്തിൻ്റെ വേറെ ലോകം, പാർട്ടിപരമായിട്ടല്ല ഞാൻ പറഞ്ഞത്, വേറെ കുറേ വാദങ്ങൾ. ഇതിൻ്റെ നടുക്ക് മൂല്യത്തോടു കൂടി പോകാനൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര്, അഥവാ വർഗീയതയുമില്ല, എന്നാൽ മൂല്യം നഷ്ടപ്പെടാതെ പോവുകയും വേണം. ഇങ്ങനെ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സിങ്ങിൻ്റെ പേര് കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയതയിലേക്ക് നമ്മൾ പോകുക എന്നെങ്കിലും മുസ്ലിം ലീഗ് നിങ്ങളെ വർഗീയതയിലേക്ക് ക്ഷണിച്ചാൽ, ഞാൻ ആവർത്തിച്ച് പറയും, എന്നെങ്കിലും നിങ്ങൾ ക്ഷണിച്ചാൽ അന്ന് ഡയറ്റ് ടു സേ നോ. ആ ലീഗിനോടും നോ പറയാൻ നിങ്ങൾ മടിക്കണ്ട. അങ്ങനെ ഒരു ലീഗ് നമുക്ക് വേണ്ട. കാരണം ലീഗ് അങ്ങനെ ആവില്ല എന്നുള്ള 100% ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും വർഗീയതയിലേക്ക് ക്ഷണിക്കില്ല. അത് നിങ്ങൾ ആരും പേടിക്കണ്ട. അത് വർഗീയ പാർട്ടിയാണെന്ന് രാഷ്ട്രീയത്തിന് വേണ്ടി ആര് പറഞ്ഞാലും, ആര് ഉയർത്തി കൊണ്ടുവന്നാലും മുസ്ലിം ലീഗിന് ഒരിക്കലും വർഗീയത ഉണ്ടാകില്ല, ഉണ്ടാകാൻ പാടില്ല. പാടുണ്ടായാൽ അത് മുസ്ലിം ലീഗല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണിത്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ ഈ ജാനകി അമ്മയും ഇഷമോളും ബെഡിൻ്റെ അപ്പുറം ഇപ്പുറം കിടന്ന് സ്നേഹിച്ചതുപോലെ രോഗമുണ്ടാകുമ്പോൾ പിന്നെ വർഗീയതയില്ല കേട്ടോ. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോ, എല്ലാ ആൾക്കാരും സൗഹൃദത്തിലായിരിക്കും. നിങ്ങൾ ക്യാൻസർ സെൻ്ററിൽ പോ, എല്ലാ മനുഷ്യരും ഒന്നായിരിക്കും. ആർക്കാ പിന്നെ വർഗീയത എന്നറിയോ? വർഗീയത ഉള്ളത് ഇങ്ങനെ തിന്ന് പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നുമില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ്. ദുഃഖത്തിൽ അമരുന്ന ആളുകൾക്ക് വർഗീയത ഉണ്ടാകില്ല. അപ്പം നമ്മുടെ ദൗത്യം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കലാണ്, എല്ലാവരെയും സൗഹൃദത്തോടു കൂടി കാണലാണ്, എല്ലാവരെയും ഒരേപോലെ കാണലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് എന്താ? അത് നമ്മളെയും കൂടി ബാധിക്കുന്നതാണ്. ഈ അടുത്ത് ജസ്റ്റ് ഒരാഴ്ചയായിട്ടുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഒരു പാവം പെൺകുട്ടിയും അതിൻ്റെ ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് ആകെ, നിങ്ങളൊക്കെ പത്രത്തിലൂടെ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ നാട്ടിലാണ്. എൻ്റെ ആ അപകടം നടന്നിടത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ പോലും ദൂരമില്ല. 2 കുട്ടികൾ, അഥവാ വിവാഹം കഴിഞ്ഞിട്ട് ആകെ 10 മാസമായിട്ടുള്ളൂ. 2 ബൈക്കും കൊണ്ട് പോയതാണ്. നേരെ റോട്ടിലേക്ക് ഇറങ്ങുന്നു. ടീച്ചേഴ്സാണ്. ഒരാൾ ഫിസിക്സിൻ്റെ ടീച്ചർ, മറ്റൊരാൾ ഇതേപോലെ ഗവൺമെൻറ് ടീച്ചർ. ഇങ്ങനെ പോയതാണ്. പോകുന്ന പോക്കിലാണ് ഒരു വാഹനം വന്നിട്ട് ഇടിച്ചിട്ട് 2 സ്പോട്ടിൽ മരിക്കുന്നത്. ആക്സിഡൻറ്റ്. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾ വിചാരിച്ചത് എന്താ? ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾ നമ്മളെ കയ്യിലില്ല എന്നല്ലേ? നമുക്കിതുകൊണ്ട് വലിയ പ്രശ്നമില്ലേ, നമ്മളെ മക്കളൊക്കെ നല്ല ഉഷാറാണെന്നല്ലേ? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, റഫീഖ് മാഷ്, തിരൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകന് 3-ാം ക്ലാസ് വരെ സുമുഖനായി വെളുത്ത നല്ല സുന്ദരനായ കുട്ടി. എൻ്റെ പ്രിയപ്പെട്ട ചങ്ക് പോലെ ഞാൻ സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ്. ഞങ്ങൾ ഒന്നിച്ച് സ്ഥാപനം തുടങ്ങിയിരുന്നു. അപ്പുറത്ത് സ്കൂളിലെ വാനിറങ്ങി വാപ്പയെ കണ്ടപ്പോൾ ഓടിയതാണ് റോട്ടിലൂടെ. ഒരു വണ്ടി ക്രോസിലങ്ങോട്ട് വന്ന് കുത്തി. ഇന്നും
ആ കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം 35 വയസ്സോ മറ്റോ ആയിക്കാണും, അല്ലെങ്കിൽ 32 ആയിക്കാണും. ആ കുട്ടി ഇപ്പോഴും ഇങ്ങനെ കണ്ണ് നെറുകിലാക്കി വേച്ച് നടക്കുകയാണ്. വിധി എപ്പോഴാണ് കടന്നു വരിക എന്ന് നമുക്കറിയില്ല, എപ്പോഴാണ് നമ്മൾ അതിൽ ആപ്പതിക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹു കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ കാണുന്നതൊക്കെ ആർക്കോ വേണ്ടി ചെയ്യാമെന്ന് വിചാരിക്കണ്ട. എപ്പോഴെങ്കിലുമൊക്കെ അത് നമ്മളിലേക്കും കടന്നു വരാം. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ കടന്നു വരാം. എന്താ ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണ രീതിയിലുള്ള ഒന്നല്ല. നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം ന്യൂറോയാണ്. ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും അതിനുണ്ടാവുക. ഒന്ന്, ഏറ്റവും പ്രധാനമായി സ്ട്രോക്ക് ബാധിക്കുമ്പോൾ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടിൻ്റെ മുകളിലേക്ക് സംഭവിക്കുന്നത് സ്ട്രോക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് സംഭവിക്കുന്നത് ബ്ലോക്കും. അങ്ങനെ മിനിമം ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ബ്ലോക്കിനേക്കാൾ അപ്പുറത്ത് നടക്കുന്ന ഒന്ന് സ്ട്രോക്കാണ്. ഈ സ്ട്രോക്ക് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വിചാരിച്ചത് അതെന്തോ വേറെ പ്രശ്നം വേണമെന്നാണ്. അമിതമായ ടെൻഷൻ, അമിതമായ ഡിപ്രഷൻ ഒരു മനുഷ്യന് സ്ട്രോക്ക് ഉണ്ടാക്കും. മനുഷ്യൻ്റെ ഉറക്കം തെറ്റിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാക്കും. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിയാൽ സ്ട്രോക്ക് ഉണ്ടാക്കും. അത് മുൻകൂട്ടിയിട്ട് കാണണമെന്നും വരില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇടത്തെ കയ്യിൻ്റെ സ്വാധീനം കുറയും, അപ്പോൾ വലത്ത് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒരു കാരണങ്ങൾ മാത്രമാണ്. ഒന്നുമില്ലാതെ ഇത് കടന്നു വരും. സ്ട്രോക്ക് എപ്പോഴും കടന്നു വരാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ അമിതമായി വന്നുകൊണ്ടിരിക്കുന്ന സ്ട്രോക്കാണ്. ആർക്കൊക്കെ? നിങ്ങളെ കണ്ണൂരിൽ തന്നെ എത്ര ചെറുപ്പക്കാർ ഇപ്പോൾ ഗൾഫിൽ നിന്ന് മരിച്ചു എന്നറിയോ? നിങ്ങൾക്ക് സ്ട്രോക്ക് വന്നിട്ട് മരിച്ചു എന്നറിയോ? പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ. ഈ ശബ്ദം ഒരുപട്ടെ പ്രവാസികൾ കേൾക്കുന്നുണ്ടാവും. എന്താ പ്രവാസികൾക്ക് വരാനുള്ള അതിൻ്റെ നോംസ് നിങ്ങൾ നോക്ക്, അതിൻ്റെ പെഡഗോഗി നിങ്ങൾ നോക്ക്. നമ്മുടെയൊക്കെ ഉപ്പമാരൊക്കെ ഇവിടെ ഇരിക്കുന്നവർ, നമ്മുടെയൊക്കെ മക്കൾ അവിടെ കിടന്നിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ്. പക്ഷെ അവർ രാത്രിയിൽ ഒരുപാട് നേരം ഒരു പക്ഷെ നെറ്റിലിരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ഉറക്കം നിങ്ങൾ രാത്രിയിൽ നഷ്ടപ്പെട്ടിട്ട് രാവിലെ കുറെ ഉറങ്ങിയിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ. അല്ലാഹു അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നു. വജഅൽനൻ നഹാറ മആശ, പകലിനെ ഞാൻ നിങ്ങൾക്ക് മഈശത്താക്കി തന്നു, അഥവാ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള സമയമാക്കി തന്നു എന്ന്. നമ്മളതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ മൊത്തം സിനർജിയും എനർജിയും വർക്ക് ചെയ്യുന്നത് രാത്രിയിലെ ഉറക്കത്തിലാണ്. അത് നമ്മൾ കൊണ്ടുപോയിട്ട് 2 മണിക്ക് ഉറങ്ങുന്നു, നമ്മൾ കൊണ്ടുപോയിട്ട് 1 മണിക്ക് ഉറങ്ങുന്നു. ഇങ്ങനെ ഒരുപാട് ഉറക്കങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ഈ സ്ട്രോക്കിലേക്ക് ബാധകമാകുന്നു എന്ന്? കിടന്നുകൊണ്ടാണ് പലരും മൊബൈൽ കാണുന്നത്. പല സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് കണ്ണ് ചെരിഞ്ഞാൽ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകുമെന്ന കാര്യം നമ്മൾ അറിയുന്നുണ്ടോ? അസുഖങ്ങൾ ന്യൂറോസിസുണ്ട്, സൈക്കോസിസുണ്ട്, സൈക്കോസൊമാറ്റിക് ഉണ്ട്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതെന്തൊക്കെയായി പറയുന്നെന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി തരാം. ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ഉള്ളിലുള്ള ഇന്റേണൽ ഹോർമോൺസിനെയും ഇന്റേണൽ ആയിട്ടുള്ള മുഴുവൻ ഞരമ്പുകളെയും ബാധിക്കുന്ന അസുഖങ്ങളാണ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത അസുഖമുണ്ട്. അതിന് എന്താ പറയുക? സൈക്കോസൊമാറ്റിക്. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്, ചെറുപ്പത്തിൽ നമുക്ക് ഓർമ്മയില്ലേ? എന്ത്? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കണ്ട് പേടിച്ചാൽ, ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. ഇന്ന് രാവിലെ ഞാനിപ്പോൾ കൗൺസിലിംഗ് ഇല്ല, പക്ഷെ മിണ്ടാതെ വന്നതാണ് അവർ. മിണ്ടാതെ വരുമ്പോൾ എന്തായാലും 10 മിനിറ്റ് നോക്കണമല്ലോ, അതുകൊണ്ടാണ് അസിസ്റ്റന്റ്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ്. ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ റോഡിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ കോളേജിൽ രാത്രിയിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ചങ്ങലയുടെ ശബ്ദം കേട്ടു. ചങ്ങലയുടെ ശബ്ദം അത് അവളെ കേട്ടിട്ടുള്ളൂ, വേറെ ആരും കേട്ടിട്ടില്ല. അത് കേട്ട കാരണത്താൽ ഇവൾക്ക് എന്തെങ്കിലും വരുമോ എന്ന പേടി, ഇനി അങ്ങോട്ട് പോയാൽ ഇതാകെ പ്രശ്നമാവുമോ എന്ന പേടി. ദാറ്റ് ഈസ് സൈക്കോസൊമാറ്റിക്. പെട്ടെന്ന് പേടിച്ചാൽ എന്ത് വരും നമുക്ക്? ഇപ്പോൾ കൊറോണയിൽ കുറേ ആൾക്കാർ മരിച്ചത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? സൈക്കോസൊമാറ്റിക് ആയിരുന്നു. എന്ന് വെച്ചാൽ അടുത്തുള്ള കൊറോണക്കാരൻ മരിക്കുന്നു, അപ്പോൾ ഇവിടെ പേടി, ഞാൻ മരിക്കുമോ എന്ന പേടി. ഇങ്ങനെ കൊറോണയിൽ മരണപ്പെട്ടവരിൽ കൂടുതലും സൈക്കോസൊമാറ്റിക് ബാധിച്ചിട്ടാണ്, സൈക്കോസൊമാറ്റിസമാണ്. ഇതേപോലെ പല അസുഖങ്ങളും നമ്മളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം എന്തായിരിക്കണം? ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാൻ എന്നാലും സമയം ഉണ്ടാവും. തങ്ങളിതപ്പോൾ എത്താറായി, ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തങ്ങളെത്തും. തങ്ങളെത്തിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം, വളരെ പെട്ടെന്ന് പോവാം. അതുവരേക്കും എല്ലാവരും ശാന്തരായിട്ട് ഇരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇതിലെന്താ കൂടുതലും പ്രശ്നം എന്നറിയാം? വീട്ടിൽ കുട്ടികൾ വരാനായിട്ടുണ്ടാവും. സ്കൂൾ കഴിഞ്ഞിട്ട് കുട്ടികൾ അവർ ഉമ്മമാരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ. കുട്ടികൾക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ റഫീഖ് സാറുടെ കഥ പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ആക്സിഡൻറ്റ് പറ്റി പറഞ്ഞത് മുതൽ ആൾക്കാർ എണീക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുട്ടികളെ ഓർമ്മ വന്നു തോന്നുന്നുണ്ട്.
പഠിച്ചവൻ അങ്ങനൊന്നും വരൂല. നിങ്ങളെ അത് കേട്ടതിക്കന്നെ ചെല്ലേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബിത്തലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല എന്നാണ്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ദുആയാണ്. നമ്മൾ വിശ്വാസികൾ പഠിച്ചു വെക്കേണ്ട ദുആ. മറ്റുള്ളവർ ചെല്ലാതിരിക്കാതൊക്കെ അവരുടെ അർത്ഥം. എന്നാൽ മതസൗഹാർദ്ദം പറയുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, CS സെൻ്ററിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആർക്ക്? ക്യാൻസർ രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും. മുഹമ്മദ് ബഷീർക്ക് പറഞ്ഞിട്ട് ബഷീർ സാഹിബ് പറഞ്ഞിട്ട് പോയതാണ്. അവിടെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, അത് ഇത്ര പ്രാവശ്യമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര റിലീഫിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്നോട് അവിടുന്ന് 2 ഹൈന്ദവരായ സഹോദരങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ്, ഉസ്താദെ, എന്നെ ഉസ്താദ് എന്നവർ വിളിച്ചത് അവർക്കത് മനസ്സിലായത്. അവർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളത് മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന് ചോദിച്ചു. എനിക്കുണ്ടായ അനുഭവമാണ്. ഹൈന്ദവ സഹോദരങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ്, ഉസ്താദെ ഞങ്ങളത് മലയാളത്തിൽ പറഞ്ഞ ദൈവം കേൾക്കുമെന്ന് ചോദിച്ചു. കാരണം അവർക്ക് അത്ര അസുഖം അമ്മക്ക് വന്നിട്ട് മരണത്തോട് മുഖാമുഖം നിന്നിട്ട് എങ്ങനെയെങ്കിലും ചെല്ലിയാൽ മാറുമെന്നോ ചോദിക്കണം. ദൈവത്തിലേക്ക് അടുക്കലല്ലാതെ, അള്ളാഹുവിലേക്ക് അടുക്കലല്ലാതെ ഇതിനൊന്നും പ്രതിവിധിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഈ സ്ട്രോക്ക് നമുക്കും വരാം. ഞാൻ പറഞ്ഞു പ്രധാനമായും 2 കാരണം. ഒന്ന് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് സ്ട്രോക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇതേപോലെ തന്നെ പല പ്രഷറുകളും വന്നിട്ട് നമുക്ക് ഇത് വരാം. പ്രഷർ കൂടിയാലും വരാം. ഇതൊക്കെ വരാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത് കേരളത്തിൽ തന്നെ അത്യപൂർവമായ ഒരു സെൻ്ററാണ്. ആ സെൻ്ററിൽ നാളെ ഒരു പക്ഷേ നമ്മളിൽ ആരെങ്കിലും ഒന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഞരമ്പിനെ ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ആപ്പതിച്ചു പോയാൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ സെൻ്റർ ഉണ്ടാകും. ഇനി അത് വരാതിരിക്കാൻ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുമെങ്കിൽ നമുക്ക് വരാതിരിക്കാനുള്ള സൂത്രത്തിലേക്കും പോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ കാണുന്ന 4-5 മണ്ഡലങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, 5 മണ്ഡലം എന്ന് പറഞ്ഞാൽ എത്ര വിസ്തൃതി അതിന്. ആ മണ്ഡലങ്ങളിൽ മുഴുവനുമുള്ള ആളുകൾക്ക് സമാധാനത്തിൻ്റെ ഒരു കാറ്റായി, ഒരു ഇളം തെന്നലായി നമുക്ക് മാറാൻ പറ്റും. അങ്ങനെയുള്ള മാറ്റത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നത്. ഈ സഹോദരങ്ങൾ തുടങ്ങി വെക്കുന്നത് അതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് അകമഴിഞ്ഞ് സഹായിക്കുക എന്നത് പ്രധാനപ്പെട്ട ഭാഗം തന്നെ. അഥവാ നമ്മൾ നാളെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു അധ്യാപകൻ എന്നെ കോളേജിൽ പഠിപ്പിച്ചതാണ്. ആ അധ്യാപകൻ ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ സ്ട്രോക്ക് വന്നിട്ട് പറ്റാതെ ഇങ്ങനെ വേച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാൻ, ഞങ്ങൾ കാണാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് കരഞ്ഞ് പറയാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഭയങ്കര സമർത്ഥനായ അക്കൗണ്ടൻസി സാറായിരുന്നു. അക്കൗണ്ടൻസി ഞങ്ങളെ പഠിപ്പിച്ച ആ മനുഷ്യൻ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കരയുന്നേ ഉള്ളൂ. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം വന്നു. ആ ഭാഗം വന്നപ്പോൾ അദ്ദേഹം ഒരു പരിപാടിക്ക് ഞങ്ങളുടെ നാട്ടിൽ വരുന്ന ഞങ്ങളുടെ കുടുംബസംഗമത്തിന്, എൻ്റെ തന്നെ കുടുംബസംഗമത്തിന് വേച്ച് കൈപിടിച്ചോണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നോട് പറഞ്ഞു, വയ്യ, പഴയതുപോലൊന്നും വയ്യാണ്ടായി എന്നാണ്. പ്രശസ്തരായ കവികളാകട്ടെ, ചിന്തകന്മാരാകട്ടെ, ആരുമാകട്ടെ, എല്ലാവർക്കും ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു അസുഖം പോലെ ബ്ലോക്കിനേക്കാൾ കൂടുതൽ സ്ട്രോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ സ്ട്രോക്ക് വരുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും സാന്ത്വനമായിട്ടാണ് ഇവിടെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്ഥലത്ത് തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ CH സെൻ്ററിൽ അത്ഭുതകരമായി കേരളത്തിൽ ഒരു CH സെൻ്ററും അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടില്ലാതെ 1ാം സ്ഥാനത്തേക്ക് നിങ്ങൾ കയറാൻ പോവാണ്. അഥവാ 1ാം സ്ഥാനത്തേക്ക്, അഥവാ റീഹാബിലിറ്റേഷൻ സെൻ്റർ സാധാരണ ലെവലിലെ റീഹാബിലിറ്റേഷൻ അല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന അസുഖങ്ങളുടെ ചക്രവർത്തി, അഥവാ ഒരാൾക്കും പിടുത്തം കിട്ടാത്തൊരു അസുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന അസുഖത്തിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻ്റർ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇവിടെ ഇതിൻ്റെ ആളുകളുണ്ടല്ലോ, ഇവിടെ പിന്നെ ജില്ലാ ലീഗിൻ്റെ ആൾക്കാരുണ്ട്, അതേപോലെ CS സെൻ്ററിൻ്റെ മനുഷ്യന്മാരുണ്ട്. ഇവരൊക്കെ എത്ര വർഷം അപ്പുറത്തേക്കായി ചിന്തിക്കുന്നത് എന്നുള്ളത്, എത്ര കാലം അപ്പുറത്തേക്കാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ വെക്കണ്ട. പക്ഷേ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പറയാണ്, ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാടുകളിൽ സ്ട്രോക്ക് വന്നവരുടെ എണ്ണം വളരെ കൂടും. പക്ഷേ അഡ്വാൻസ്ഡായിട്ട് നിങ്ങളതിൻ്റെ സെൻറ്റർ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ട ചികിത്സാ രീതികളും അതിനനുബന്ധ പദ്ധതികളുമൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുണ്ടാകണം. നമ്മുടെ ദൗത്യം അതാണ്. എന്തൊക്കെ ദൗത്യങ്ങളാണെന്നറിയോ? ഈ അടുത്തിടെ ഷാർജയിലൊരു പെൺകുട്ടി മരിച്ചത് നിങ്ങൾ അറിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ആ പെൺകുട്ടിയുടെ പേര് തന്നെ അത്ഭുതകരമാണ്. അതിൻ്റെ പേരിൽ അവരൊരു ഫൗണ്ടേഷനും ഉണ്ടാക്കി. ആ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ ഫൗണ്ടേഷൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഷാർജ ഷെയ്ഖിന് അറിയില്ലായിരുന്നു. അവൾ കാർ റേസിങ്ങിലാണ്.
കാർ ഓടിക്കുക, ഫസ്റ്റ് പ്രൈസ് എടുക്കുക. എന്നിട്ട് ഹംദ എന്നാണ് അവളുടെ പേര് തന്നെ ഹംദ എന്നാണ്. ഹംദ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഈ ഹംദ ഫൗണ്ടേഷൻ എവിടെയാണ്, എന്താ ചെയ്യുന്നത്, ആർക്കും ഒന്നും അറിയില്ല. 24 വയസ്സായപ്പോഴേക്കും ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണം കാത്തു നിന്നതുപോലെ 24ാമത്തെ വയസ്സിൽ ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. 24 വയസ്സിൽ വിട പറഞ്ഞപ്പോൾ ഹംദ ഫൗണ്ടേഷനും ഹംദ എന്ന പെൺകുട്ടിയും ചർച്ചയായപ്പോൾ ഷാർജ ഷെയ്ഖ് അൽ ഖാസിമി എന്താക്കിയെന്നറിയോ, അവരെ പറ്റി ഒരു അന്വേഷണം നടത്തി. ഈ കിട്ടിയ കോടികളൊക്കെ അവരെന്ത് ചെയ്തു എന്ന്. കാർ റേസിംഗ് ഒക്കെ അറിയാലോ, ഫസ്റ്റ് എടുത്താൽ എത്ര കോടിയാണ് കിട്ടുക എന്നുള്ളത്. അതും UAE വ്യത്യസ്ത രാജ്യങ്ങളോട് മത്സരിച്ചിട്ട്. ഈ ഓരോ മത്സരങ്ങളും എന്തിനു വേണ്ടിയ പ്രിയങ്കരനായ തങ്ങളെത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് ഇനിയും നമ്മളെയൊക്കെ നയിക്കാനുള്ള ഏറ്റവും വലിയ ത്രാണിത്വം അല്ലാഹു നൽകുമാറാകട്ടെ. ഇരിക്കുന്ന സഹോദരങ്ങളെ, CS സെൻ്ററിൻ്റെ മൊത്തത്തിലുള്ള കേരളത്തിലെ CS സെൻ്ററിൻ്റെ കോർഡിനേഷൻ, അതിൻ്റെ ചെയർമാൻ കൂടിയാണ് പ്രിയപ്പെട്ട തങ്ങൾ. അതുകൊണ്ട് ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കുക. തങ്ങളൊന്നിരുന്ന് ഇതാക്കുമ്പോഴേക്ക് തങ്ങൾ അനുവാദം തന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഹംദ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഖാസിമി, ഷാർജ ഷെയ്ഖിൻ്റെ അധിപൻ, ഷാർജ ഭരണാധികാരത്തിൻ്റെ അധിപൻ, അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ മക്കളെ, ഒന്നാലോചിച്ച് നോക്കി എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ. 24 വയസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്നറിയോ? ഏകദേശം ആഫ്രിക്കയിൽ 54 രാജ്യങ്ങളുണ്ട്. 54 രാജ്യങ്ങളിൽ 10 രാജ്യങ്ങളെ ഏറ്റെടുക്കുന്നു. ആ 10 രാജ്യങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസകൾ, അവർക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ, അവർക്ക് പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കാര്യങ്ങൾ, അവർക്ക് നിസ്കരിക്കാനുള്ള പള്ളികൾ രാജ്യത്തെ ഏറ്റെടുത്തിട്ട് 24 വയസ്സാകുമ്പോഴേക്കും വലിയ ദൗത്യപൂർവ്വം ജീവിച്ച് 24ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ പെൺകുട്ടിയുടെ പേരാണ് ഹംദ എന്ന്. അവസാനം ഖാസിമി തീരുമാനിച്ചത് എന്താണെന്നറിയോ? ഷാർജ ഷെയ്ഖ് എന്താ തീരുമാനിച്ചതെന്നറിയോ? ആ കുട്ടി പോയെങ്കിലും ദാ ഇതിനെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഹംദ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട എല്ലാം നൽകുന്നവൻ, പ്രധാനപ്പെട്ട ദാതാവ് ആരാന്നറിയോ? ഷാർജയിലെ ഷെയ്ഖാണ്. ഒരു പെൺകുട്ടി ചിന്തിക്കുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ കാർ റേസിംഗ് മാത്രം നടത്തി പോകാം, അവൾക്ക് വേണമെങ്കിൽ തൻ്റെ പ്രൊഫഷണലിസത്തിൽ ഒന്നാമതായി പോകാം. പക്ഷേ തൻ്റെ കിട്ടുന്ന സമ്പത്തെല്ലാം ചെലവഴിച്ചത് എവിടാന്നറിയോ നിങ്ങൾ? എവിടെയാണ്? അത് പാവപ്പെട്ട രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ടാണ്. ആ ഹംദയെപ്പോലെ ആകാൻ നമുക്കും പറ്റണം. നമ്മുടെ കയ്യിൽ അത്ര പൈസ ഇല്ല എങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടുന്ന പണി എന്താണ്? ആകെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ഈ പദ്ധതിക്ക് ഇവരിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്, അതിൻ്റെ ചെലവ് 3 കോടി രൂപയാണ്. ആ 3 കോടി രൂപ ഞാൻ നേരത്തെ പറഞ്ഞ ആ പള്ളിയിലെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നതിന് തൊട്ട് തലേന്നത്തെ ദിവസം പെണ്ണുങ്ങൾ കൂടിയതുപോലെ, ആ മഹല്ലിലെ ആളുകൾ പറഞ്ഞ് കരഞ്ഞതുപോലെ, ഇവിടെ എവിടെയോ ഉണ്ട് എൻ്റെ ഒരു മാല അല്ലെങ്കിൽ ഒരു വള എന്നതായിരിക്കണം നമ്മുടെ സിഗ്നേച്ചർ. അങ്ങനെ ഞാൻ ഇന്ന് പിരിവൊന്നും നടത്തുന്നില്ല. പക്ഷേ ഇന്നിവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയാൽ ഒരിക്കലും വരാനിരിക്കുന്ന, അത് ഞങ്ങൾ ഓട്ടിസം എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുട്ടികൾക്ക് വരൂ, എന്നാൽ മറ്റുള്ളത് അതുപോലെയല്ല. ഇനി വരാനിരിക്കുന്ന ഏറ്റവും വലിയ കെടുതിയാണ് നിങ്ങൾ ഈ പറയുന്ന എന്ത് സ്ട്രോക്കും അതിനോടനുബന്ധമായിട്ടുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററും. ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററിന് ഇവർ ഏറ്റവും വർണ്ണാഭമായി ഇതിൻ്റെ മുമ്പിലും നിൽക്കാൻ ആളുകൾ വേണ്ട. എത്ര ആളുകൾക്ക് ഇത് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നറിയോ? എത്ര സമ്പന്നർക്ക് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നറിയോ? പക്ഷെ ഇതിന് സമ്പത്തിനേക്കാൾ പ്രധാനം മനസ്സാന്നിധ്യമുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ അപ്പോൾ ഇത് കേട്ടിരിക്കല്ലേ, ഞാനും സംസാരിച്ചങ്ങോട്ട് പോവല്ലേ. പക്ഷെ ഇതിൻ്റെ പിന്നാലെ ഓടുന്ന ചില ആൾക്കാരുണ്ട്. സത്യത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് 1000 അവാർഡ് കൊടുക്കേണ്ടത് ഇതിൻ്റെ പിന്നാലെ ഓടുന്ന ഈ സഹോദരങ്ങൾക്കാണ്. CH സെൻ്ററിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന ഈ ചെറുപ്പക്കാർക്കും അതോടനുബന്ധമായ അതിൻ്റെ നേതാക്കന്മാർക്കുമാണ്. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം കണ്ട് വരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പോയാൽ ലീഗിൽ നിന്ന് എങ്ങനെ ആൾക്കാർക്ക് പോകാം? അത് രാഷ്ട്രീയ സാഹസൊന്നുമില്ല, എന്നാലും പറയാണ് കേട്ടോ, വേറെ എവിടെയും എന്താകുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വല്ലാതെ നടക്കുന്നില്ല. അറിയാതെ, രാഷ്ട്രീയമല്ല പറയുന്നത്, എന്നാലും പറഞ്ഞോട്ടെ, കോവിഡ് സമയം വന്നപ്പോൾ അനേകം ഫ്ലൈറ്റുകൾ ഇങ്ങനെ ചാർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തെ പത്രസമ്മേളനം. അതിൽ പത്രക്കാർ ആവശ്യപ്പെട്ട് അവിടുന്ന് ഇത്ര വേണം, ഇവിടുന്ന് ഇത്ര വേണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഫോൺ വിളിക്കുന്ന ആളുകളോട് മുഖ്യമന്ത്രി പോലും അറിയാതെ പറഞ്ഞു പോയൊരു പദം, നിങ്ങൾ KMCCയോട് പറഞ്ഞേക്കൂ എന്നാണ്. മുഖ്യമന്ത്രി പോലും അറിയാതെ പറഞ്ഞു പോയി, KMCCയോട് പറഞ്ഞേക്കൂ എന്ന്. അതേപോലെ കേരളക്കരയിൽ മനുഷ്യരാശിക്ക് അസുഖം വരുമ്പോൾ ഏറ്റെടുക്കാൻ ഒരു സെൻ്ററുണ്ട്. വ്യത്യസ്തമായ ഭാവങ്ങളോടെ വ്യത്യസ്തമായ രീതിയിൽ
ആ ഏറ്റെടുക്കുന്ന മഹാസംഗമത്തിന്റെ പേരാണ് അഥവാ CH സെന്റർ എന്ന് നമ്മൾ ആലോചിക്കണം. കേരളത്തിൽ തന്നെ അതിൽ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന CH സെന്റർ ആണ് നിങ്ങളുടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ CH സെന്റർ എന്ന് മാത്രം പറയാൻ. ഇവിടെ ഒരാളും ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട തങ്ങൾ ഉദ്ഘാടനത്തിന് മുമ്പ് ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ. ഭാവിയിൽ നമുക്ക് ആർക്കും ഈ അസുഖങ്ങൾ വരാതിരിക്കട്ടെ. പക്ഷെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുടെ കണ്ണുനീരൊപ്പാൻ നമ്മളുണ്ടാകണം, നമ്മൾ കൂടെയുണ്ടാകണം, നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾ ബക്കറ്റിലെ വെള്ളം പോലെയാകും. നമുക്കൊരിക്കലും കടലായി നിൽക്കാൻ കഴിയില്ല. ബക്കറ്റിലെ വെള്ളം പോലെ മാറി നിൽക്കാതിരിക്കുക. പണ്ടൊരു കുട്ടി കടൽ വാങ്ങാൻ വേണ്ടി പോയ ഒരു കഥയുണ്ട്. കടൽ വാങ്ങാൻ വേണ്ടി പോയ കഥ എന്നാണ് കഥയുടെ പേര്. കടൽ എങ്ങനെ വാങ്ങിക്കാൻ കഴിയുമെന്നതാണ്. ആ കുട്ടി ആദ്യമായിട്ട് കടൽ കാണാൻ പോവാൻ. കടൽ കണ്ട അത്ഭുതത്തോടു കൂടി കടൽക്കരയിൽ നിന്ന് ചാടിയിട്ട് കുട്ടി ഉറക്കെ പറഞ്ഞു, മൂജ് മജൽ ഗീത്ത് കരോ, മൂജ് മജൽ ഗീത്ത് കരോ. ആട് തരമാലെ പാട് തരമാലെ, ആട് തരമാലെ പാട് തരമാലെ. തിരമാല ഇങ്ങനെ ആടി, തിരമാല ഇങ്ങനെ പാടി. അപ്പൊ കുട്ടി വിചാരിച്ച് ഞാൻ പറഞ്ഞിട്ടപ്പോൾ തിരമാല ആടുന്നത്, തിരമാല പാടുന്നത് എന്ന്. തൻ്റെ ആ നോട്ടം ഇങ്ങനെ മഗ്‌രിബിൻ്റെ സായം സന്ധ്യ വരെ തുടർന്നപ്പോൾ ആ കുട്ടിക്ക് കരച്ചിൽ വന്നു പോയി. ഇപ്പം തിരിച്ചു പോണല്ലോ, ഇനി എങ്ങനെ ഇത് കാണും? വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കണ്ണീരോടെ മൂജ് മജൽ ഗീത്ത് കരോ, ആട് തരമാലെ പാട് തരമാലെ. അവസാനം കുട്ടിക്ക് തോന്നി വീട്ടിൽ പോയിട്ട് ഇത് കാണണമെന്ന്. അങ്ങനെ വലിയൊരു ബക്കറ്റൊക്കെ സംഘടിപ്പിച്ച് ആ തിരമാലനെ ബക്കറ്റിലേക്ക് കോരി സാഹസപ്പെട്ടുകൊണ്ട് വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൻ്റെ അകത്തളത്ത് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച്, വീട്ടിൻ്റെ റൂമിൽ വെച്ചിട്ട് ആ കുട്ടി രാത്രിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, മൂജ് മജൽ ഗീത്ത് കരോ, ആട് തരമാലെ പാട് തരമാലെ. തിരമാല ആടിയില്ല, തിരമാല പാടിയില്ല. കാരണം കടലിൻ്റെ ഭാഗമാണെങ്കിലും ബക്കറ്റായി നമ്മൾ മാറി നിൽക്കരുത്, കടലിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഈ തളിപ്പറമ്പുകാരൻ്റെ കടലിൻ്റെ പേരാണ് CH സെന്റർ എന്ന്. അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാതെ നിൽക്കണം. എന്നിട്ട് ആളുകൾക്ക് വേണ്ടി തിരമാലകൾ തീർക്കാൻ നമുക്കുണ്ടാകണം. സന്നദ്ധ പ്രവർത്തകർ അവിടെ ഈ നല്ല നല്ല ടാക്സ് ഒക്കെ വെച്ചുകൊണ്ട് അവർ നമ്മൾ നോക്കി നിൽക്കാൻ എത്രയോ കഷ്ടപ്പെടുന്ന കുട്ടികളാണ്. അവരിങ്ങനെ ചെല്ലുമ്പോൾ, ഇപ്പം ഞാൻ കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഓട്ടിസം ബാധിച്ച കുട്ടികൾ വന്ന് കൈപിടിക്കുമ്പോൾ അവരുടെ ചാരത്ത് ചേർക്കുമ്പോൾ, ഇതേപോലെ ചേർക്കാൻ നമുക്കൊരു 5 മിനിറ്റ് കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമയമില്ലാതെ പോകുന്നു. ഇവർ ജീവിതം മുഴുവൻ കൊടുക്കുന്നവരാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ട ദൗത്യമാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മുടെ മയ്യത്തും കൊണ്ടിങ്ങനെ പോകുന്ന ഒരു കാലമുണ്ട്. വെറുതെ മനസ്സിലൊന്ന് കണ്ടു നോക്ക്. തളിപ്പറമ്പിൻ്റെ ഈ ഏതോ ഭാഗത്തിലൂടെ നമ്മുടെ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആകാശത്ത് നിന്ന് മാലാഖമാർ വിളിച്ചു പറയണം, ഇതുപോലെ ഒരു സ്ത്രീ, ഇതുപോലൊരു മനുഷ്യൻ എന്നാടിവിടെ ജന്മമെടുക്കുക എന്ന്. അതിന് കൂടി ഹേതുകമാകട്ടെ നമ്മുടെ CH സെന്റർ. അഥവാ നമ്മൾ മരിച്ചു പോകുമ്പോൾ ഈ പ്രദേശത്തെ മണൽത്തരികൾ പോലും കരയണം. ആ കരച്ചിലിൻ്റെ സിഗ്നേച്ചറാണ് ഇന്ന് നിങ്ങൾ തുടങ്ങാനിരിക്കുന്ന CH സെന്ററിൻ്റെ അടുത്ത ഭാഗം. അതിൻ്റെ ഉദ്ഘാടനവും പ്രഖ്യാപനവുമൊക്കെയായി ഇവിടെ തങ്ങൾ നിർവഹിക്കുമ്പോൾ, ആ കുടുംബം വന്ന് നമ്മളോട് നിർവഹിക്കുമ്പോൾ അതിൻ്റെ ചാരത്ത് നിൽക്കാൻ എന്നും ഞങ്ങളുണ്ടാകും. സ്നേഹത്തോടെ, എല്ലാ അവസ്ഥയിലും സ്നേഹത്തോടെ ഞങ്ങളുണ്ടാകുമെന്ന് ഒന്നൊന്ന് കയ്യർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് പറയൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കയ്യർത്തിക്കാട്ടെ. ഈ നിൽക്കുന്നവരെല്ലാവരും ഈ CH സെന്ററിന്റെ കൂട്ടത്തിൽ എന്നും ഉണ്ടാകും. സാമ്പത്തികപരമായി, ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി, മാനസികമായി നിങ്ങൾ ഉണ്ടാകണേ എന്ന പ്രഖ്യാപനത്തോടെ, എന്ന വാക്കോടെ ക്ഷണിച്ചതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.